أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر عظيم. وقال نبينا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم: كل قرض جر منفعة فهو ربا. അഭിവന്ദരായ നേതാക്കന്മാരെ, പ്രഗത്ഭമായ സമസ്ത കേരള ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ കാര്യദർശികളെ, സത്യവിശ്വാസികളായ പ്രവർത്തകന്മാരെ, പ്രതീക്ഷിക്കും പോലെ ഒരു സവിസ്തരമായ ഒരു പ്രതിപാദനത്തിന് ഇവിടെ സമയമില്ല. ഒരു പ്രഭാഷണ രീതിയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നവയുഗത്തിലും നവീനമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തിരുമേനി സമൂഹത്തിന് സമർപ്പിച്ച സാമ്പത്തിക അച്ചടക്കം എന്ന കാര്യം ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിലവിൽ സാമ്പത്തിക ആസൂത്രണത്തിന് പറയുന്ന പേര് എക്കണോമിക്സ് എന്നാണ്. ഈ പദം വളരെ കാലങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് ഭാഷയിലെ ഓയിക്കോണോമോസ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഗ്രഹ കാര്യങ്ങളുടെ ഭരണമെന്നായിരുന്നു അതിന്റെ ആദ്യത്തെ അർത്ഥം. അത് പിന്നീട് പരിണമിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലുമുള്ള, സാമ്പത്തികമായ മുഴുവൻ കാര്യങ്ങളിലുമുള്ള ആസൂത്രണം എന്ന അർത്ഥത്തിലേക്ക് വ്യാപ്തമായി വന്നു. ഈ പദത്തിന്റെ അറബി പദം ഇഖ്തിസാദ് എന്നാണ്. ഈ ഇഖ്തിസാദ് എന്നുള്ള പദം ഒരു പുതുമയുള്ള പദമല്ല, ഒരു ആധുനികമായി അറബീകരിച്ച പദമല്ല. മറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയ സമയത്ത് തന്നെ ഇഖ്തിസാദ് എന്ന പദം സാമ്പത്തികമായ നിയന്ത്രണത്തിനായിട്ട് അല്ലാഹു തആല പിന്നെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇഖ്തിസാദ് എന്ന പദം അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലെങ്കിലും അതിനെ ദ്യോതിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകള്, നിർദ്ദേശങ്ങള്, ആഹ്വാനങ്ങള് അല്ലാഹു ഖുർആൻ നൽകിയിട്ടുണ്ട്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പദം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാ ആല മൻ ഇഖ്തസദ. ആരെങ്കിലും തന്റെ ഗൃഹ സാമൂഹ്യ കാര്യങ്ങളിൽ ഇഖ്തിസാദ് പാലിച്ചാൽ അവന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. മാ ആല മൻ ഇഖ്തസദ. ആരെങ്കിലും തന്റെ ഗൃഹ സാമൂഹ്യ കാര്യങ്ങളിൽ ഇഖ്തിസാദ് പാലിച്ചാൽ, അതായത് അമിതവ്യയമോ ദുർവ്യയമോ നടത്താതെ, ലുബ്ധത കാണിക്കാതെ മിതമായ അവസ്ഥയിൽ കാര്യങ്ങൾ ആരെങ്കിലും നിർവഹിച്ചാൽ, സാമ്പത്തിക കാര്യങ്ങൾ ആരെങ്കിലും നിർവഹിച്ചാൽ, ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇഖ്തിസാദ് കൊണ്ട് ഇവിടെ പറഞ്ഞത് സാമ്പത്തിക കാര്യങ്ങളാണ്. മറ്റു പല സ്ഥലങ്ങളിലും ആരാധനാ കാര്യങ്ങളിൽ ഇഖ്തിസാദ് പാലിക്കണം എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ എന്നും നിങ്ങൾ രാത്രി 2 റക്അത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. കാരണം എന്താണ്? അതാണ് ഇഖ്തിസാദ്. അത് പറ്റ കുറവല്ല, എന്നാൽ കൂടുതലുമല്ല. നിങ്ങൾക്ക് എപ്പോഴും അത് പുലർത്തുവാൻ കഴിയും. പക്ഷെ ഇവിടെ ഇഖ്തിസാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പണം ചെലവാക്കുവാൻ, സമ്പത്ത് ഉണ്ടാക്കുവാനും ചെലവാക്കുവാനും അത് വിതരണം ചെയ്യുവാനുമുള്ള ഒരു അവസ്ഥ അത് സംജാതമായാൽ ആ സമൂഹത്തിന് ഒരിക്കലും തന്നെ സാമ്പത്തികമായ വൈഷമ്യം അനുഭവിക്കേണ്ടി വരില്ല. മാ ആല മൻ ഇഖ്തസദ. ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുകയുണ്ടായി, അക്സറുൻ നാസ് ശബാൻ അത്വലുഹും ജൂഅൻ ഫി യൗമിൽ ഖിയാമ. തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അക്സറുൻ നാസ്
ഷബാൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് എപ്പോഴും വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവർ. അതായത് വയറിൽ ഭക്ഷണം കഴിക്കാൻ ഒരു പരിധിയുണ്ട്, ആ പരിധിയുടെ അപ്പുറവും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവൻ അത്വലുഹും ജുഅൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും അധികം വിശപ്പുള്ള ആളായിരിക്കും. അന്ത്യനാളിൽ അത്വലുഹും എന്നുള്ളോട് മുഹദ്ദിസുകളൊക്കെ പറയുന്നത് ഇന്ന അഹ്ലൽ ശബാഇ ഫിദ്ദുനിയ ഹും അഹ്ലുൽ ജൂഇ ഗദൻ ഫിൽ ആഖിറ. ദുനിയാവിൽ വയറ് വീർപ്പിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അലസന്മാരും മടിയന്മാരുമായി ജീവിക്കുന്ന വ്യക്തികൾ നാളെ അവർ വിശപ്പുള്ളവരായിരിക്കും. കാരണം എന്താണ്? വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഫൈദാ ഫറഗത ഫൻസബ് എന്നാണ്. ഫൈദാ ഫറഗത ഫർഖുദ് എന്നല്ല. നിങ്ങളൊരു പണി കഴിഞ്ഞാൽ പിന്നെ കടന്നുറങ്ങാന്നുള്ളതല്ല. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ കടന്നുറങ്ങും. ഭക്ഷണം കഴിച്ചാലുള്ള വലിയൊരു പണിയാണ് നമുക്ക്. അത് കാര്യമായിട്ട് അതിനൊരു കാര്യം ഒരുങ്ങി ഇരുന്ന് പിന്നെ ബെൽറ്റിന്റെ ബട്ടണൊക്കെ നയിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ അടുത്ത പരിപാടി കിടത്താണ്. അല്ല, ഫൈദാ ഫറഗത ഫൻസബ്. ഒരു പണി കഴിഞ്ഞാൽ മറ്റൊരു പണിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങണം. മറ്റൊരു പണിയിലേക്ക് മറ്റൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ കർമ്മനിരതനാകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് മറ്റൊരു ജോലിയിലേക്ക് പോകണം. ഇസ്ലാമിന്റെ പിന്നെ കാഴ്ചപ്പാടുകൾ ആ രീതിയിലാണ് പോകുന്നത്. ഭൗതികമായ ജീവിതത്തിന്റെ ജീവനാടി സമ്പത്ത് തന്നെയാണ്. സമ്പത്തില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല. അതിനു വേണ്ടിയിട്ട് വ്യക്തികൾ വ്യക്തികളായും സമൂഹങ്ങൾ സമൂഹങ്ങളായും രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളായും ഒക്കെ ഈ സമ്പത്ത് വെട്ടിപ്പിടിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെട്ടിപ്പിടിക്കുന്നിടത്ത്, ഇത് വർദ്ധിപ്പിക്കുന്നിടത്ത് അവർ അതിന്റെ ലക്ഷ്യങ്ങളെ മാത്രമേ നോക്കാറുള്ളൂ, മാർഗങ്ങളെ അവർ ശ്രദ്ധിക്കാറില്ല. അവിടെ അന്യന് വിഷമമുണ്ടാകുന്നുണ്ടോ, മറ്റുള്ളവന്റെ അവകാശം ചൂഷണം ചെയ്താണോ അത് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തികളും സമൂഹവും രാഷ്ട്രവും. നമുക്കറിയാം 16ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള കൊമ്പന്മാരായ രാഷ്ട്രങ്ങളൊക്കെയും തന്നെ ആയുധ വ്യാപാരവും മറ്റുമൊക്കെ നടത്തിയിട്ട് ചെറു രാഷ്ട്രങ്ങളെ നശിപ്പിച്ചിട്ടാണ് അവരൊക്കെ കൊഴുത്തു അടിച്ചിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അവരൊക്കെ താഴ്ന്ന ആളുകളെ, പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്തിട്ടാണ് അവരൊക്കെ പണക്കാരായിട്ടുള്ളത്. മനുഷ്യന്മാർക്കാണെങ്കിൽ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, പരിധികളില്ലാത്ത ആവശ്യങ്ങളുണ്ട്. പക്ഷേ പ്രകൃതിയിലുള്ള വിഭവങ്ങളാണെങ്കിൽ വളരെ കുറവുമാണ്. ഈ സമയത്ത് എന്താണ് അതിന് പരിഹാരം എന്ന് ഈ എക്കോണമി, ആധുനിക സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് ഒരു നവജാത ശിശുവാണ്. പഴയ കാലത്തെ അത് ശരിയായ രീതിയിൽ പ്രയോഗവൽക്കരിച്ചു വന്നിട്ടില്ല. ആധുനിക യുഗത്തിലാണ് ഈ എക്കോണമി അത് പ്രായോഗിക രൂപത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ പിന്നെ ഇവിടുത്തെ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ ശ്രമിച്ചത്. അവരൊക്കെ ചിന്തിച്ചു, ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനുഷ്യന്, പക്ഷേ റിസോഴ്സ് ഭൂമിയിൽ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും പരിഹാരമായ മാർഗം എന്താണ്? ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്, മനുഷ്യന്മാർ ഇവിടെ വരുന്നതിന് തടയുക. ഇതാണ് എക്കോണമി. മനുഷ്യന്റെ ഭൂമിയിലെ റിസോഴ്സും ജനങ്ങളുടെ ആവശ്യവും രണ്ടും കൂടി സന്തുലിതാവസ്ഥയിൽ പോകുവാൻ വേണ്ടി പിന്നെ ഇന്നത്തെ ആധുനിക സമൂഹം കണ്ടെത്തിയിട്ടുള്ള പോംവഴി എന്താണ്? ഫാമിലി പ്ലാനിങ് ആണ്, കുടുംബാസൂത്രണം. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തിപരമായി മാനുഷികമായി പിന്നെ കുറവുകളും കുറ്റങ്ങളുമുള്ള ചിന്തകൾ നിമിത്തം അതിൽ നിന്ന് ഉടലെടുത്ത നിയമവ്യവസ്ഥകൾ മൂലമാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ആളുകൾ വരാനുള്ള കാരണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഉപയോഗപ്പെടുത്താം. ഈ ഭൂമി അള്ളാഹുവിന്റെ വലിയ പ്രഖ്യാപനമാണത്. ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന വലിയൊരു പ്രഖ്യാപനമാണ്. ഒരുപാട് ആയത്തുകൾ, ഞാൻ ഒന്നും പറയുന്നില്ല, ഒറ്റ ആയത്ത് മാത്രം. ആകാശങ്ങളിലുള്ളതും ഭൂമികളിലുള്ളതും മുഴുവനും നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആ ഒരു ഇട്ടാവട്ടത്തിലുള്ള കുറഞ്ഞ ഏരിയയിലുള്ള സാധനങ്ങൾ, സ്ഥലങ്ങൾ മാത്രമല്ല കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. വസഖറലക്കും, മനുഷ്യ വിഭാഗമേ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. മാഫിസ് സമാവാതി വൽ അർളി, ആകാശ ഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളെയും. അത് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ സഖർ ചെയ്യാന്നുള്ളത്, അതൊക്കെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്.
മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് നിലവിലെ നമ്മുടെ ചുറ്റുമുള്ള ഭൂമി പര്യാപ്തമല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഭൂമിക്കപ്പുറത്തേക്ക് പോകണം. പക്ഷെ നമ്മുടെ കണ്ണുകൾ പോകുന്നില്ല. പോകുന്നതൊക്കെ ഈ ഖുർആനെ കുറിച്ചും ഈ ഹദീസിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അറിവില്ലാത്ത, വിവരമില്ലാത്ത, അവരെ നിഷേധിക്കുന്ന, അവരെ ധിക്കരിക്കുന്ന ആളുകളാണ്. അവർ കാറുണ്ടാക്കുന്നു, നാം ആ കാറ് വാങ്ങിയതിൽ നടക്കുന്നു. അവർ ബൾബുണ്ടാക്കുന്നു, ആ ബൾബ് കത്തിച്ച് നമ്മൾ ഖുർആൻ ഓതുന്നു. അവർ ശൂന്യാകാശത്തിലേക്ക് പോകുന്നു, അവിടുത്തെ അറിവുകൾ നമുക്ക് തരുന്നു, അത് നമ്മൾ കേട്ടുപഠിക്കുന്നു, പ്രസംഗിക്കുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു. എന്നതിനപ്പുറം ഈ ഖുർആനിക ആഹ്വാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഒരു പുതിയ പരീക്ഷണവും ഇവിടെ നടത്തുന്നില്ല. ഈ സാഹചര്യം ഒരിക്കലും ഗുണകരമല്ല. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹു തആല നമുക്ക് കീഴ്പ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ സാമ്പത്തികമായ കാഴ്ചപ്പാട്, വീക്ഷണം എന്ന് പറയുന്നത്, ഉൽപാദനവും ഉപഭോഗവും എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് വളരെ വളരെ വിശാലമാണ്. ഏതെങ്കിലും വ്യാവസായിക ഫാക്ടറികളിലോ അല്ലെങ്കിൽ കാർഷിക രംഗങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ലത്. സാങ്കേതിക, നിങ്ങൾ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്? അതിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എന്താണ് അല്ലാഹു തആല പറയാനുള്ള കാരണം? ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒട്ടകമെന്ന് പറയുന്നത് ലോകത്തുള്ള ഏകദേശം എല്ലാ വളർത്തു മൃഗങ്ങളുടെയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്. ഒട്ടകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ പഠനത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ മൃഗങ്ങളെ കുറിച്ചുമുള്ള ജന്തുശാസ്ത്രത്തെ കുറിച്ച് തന്നെ പൂർണ്ണമായി പഠിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഒട്ടകത്തെക്കുറിച്ച് പഠിച്ച് നമുക്ക് പറഞ്ഞെന്ന് പാശ്ചാത്യന്മാർ പറയുന്നു. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. ഞാൻ പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു മണിക്കൂറിനകത്ത് വിഷയങ്ങൾ പറയുവാൻ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ തോണ്ടിയിട്ട് പോവാണ്. പിന്നീട് അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായോ കൂട്ടായിട്ടോ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ. ഒന്നാമത് ഇസ്ലാമിന്റെ സാമ്പത്തികമായ വിശാലമായ കാഴ്ചപ്പാട്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ധനം എന്ന് പറയുന്നത് അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, അതും അങ്ങനെ തന്നെയാണ്. ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ് ഉടമാവകാശം. മാഫിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഉടമാവകാശം അള്ളാഹുവിനാണ്. പിന്നെ ആദ്യമോദി ആയത്ത്, ആമിനു ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക, വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുക, വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക, മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, മിമ്മാ ജഅലകും, നിങ്ങളെ അല്ലാഹു തആല ആക്കിയതിൽ നിന്ന്, മുസ്തഖ്ലിഫീന, പ്രതിനിധികളാക്കിയതിൽ നിന്ന്. അതായത് അള്ളാഹുവിന്റെ ധനം, അള്ളാഹുവിന്റെ ഉടമസ്ഥയുള്ള ധനം, അവൻ സൃഷ്ടിച്ച ധനം, അതിൽ നിങ്ങളെ അവൻ പ്രതിനിധികളാക്കി. നിങ്ങൾക്ക് അവൻ കൈവശാവകാശം തന്നു. മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, അല്ലാഹു തആല നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്ന ധനം, ഈ ഭൂമി അള്ളാഹുവിന്റേത്, ഇതിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്നു. അതിൽ നിന്ന്, അഥവാ ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുകയും. കൈവശാവകാശം മാത്രമുള്ളത് അതെങ്ങനെയാണ്? അത് കാലക്രമേണ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്, മനുഷ്യന്മാര്. അവർക്ക് അല്ലാഹു തആല കൈവശാവകാശം കൊടുക്കും. ആ കൈവശാവകാശം അല്ലാഹു തന്നതിന് പകരമായിട്ട് അല്ലാഹുവിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് ഒരാളുടെയും ഔദാര്യമല്ല. അല്ലാഹു തആല ഈ ഭൂമുഖത്ത് നമ്മളെ മാത്രമല്ല പഠിച്ചത്, പണക്കാരെ മാത്രമല്ല, പണക്കാരനധികം പാവങ്ങളാണുള്ളത്. കോടിക്കണക്കിന് പാവങ്ങളുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് പണക്കാർ മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ അല്ലാഹു തആല കൈവശാവകാശമായി നൽകി. എന്തിനാ നൽകിയത്? നൽകുന്ന അത് അവർക്ക് ഉപയോഗിക്കുവാൻ. എത്രയോ ഉപയോഗിക്കേണ്ടത്? ആവശ്യമാകുന്ന അത്ര. ധനം പരീക്ഷണമാണ്. ഇതൊക്കെ റസൂലിന്റെ കാഴ്ചപ്പാടുകളാണ്. ധനം പരീക്ഷണമാണ്, ദാരിദ്ര്യവും പരീക്ഷണമാണ്. ധനത്തിന്റെ പരീക്ഷണം എന്താണ്? അത് ആവശ്യമുള്ളത്ര ധനികൻ ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ആവശ്യക്കാരന് കൊടുക്കുക. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പ്രഭാഷണം നടത്തില്ല.
ഇതിൽ നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കിട്ടി അത് മാത്രമാണ് പറയാൻ ഇപ്പൊ ടൈമുള്ളൂ. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീൻ അലാ അഗ്നിയാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പണക്കാരുടെ മേൽ അല്ലാഹു തആല ഫർളാക്കി. അവ കാഫിര്യങ്ങൾക്കൊന്നും അള്ളാഹ് ഫർളാക്കിയില്ലേ? അത് മറ്റൊരു ചോദ്യമാണ്. അല്ലാഹു തആല അവർക്ക് ആദ്യം ഫർളാക്കിയത് അള്ളാഹ് അംഗീകരിക്കുക ഇസ്ലാം ആകാന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ഫർളാക്കുള്ളൂ. അതവർ സ്വീകരിച്ചില്ലേ എല്ലാം അവർക്ക് ബാധകമാവും. കാരണം എന്താണ്? അവര് അവരെ കാഫിര്യങ്ങളെ നരകത്തിലെ ഒരു ചെരുവുണ്ട്, സഖർ എന്നുണ്ട്. അവിടെ ഏറ്റവും അധികം ശിക്ഷ ലഭിക്കുന്ന, ഭയാനകമായ ശിക്ഷ ലഭിക്കുന്ന നരകത്തിലെ ഒരു താഴ്വരയിൽപ്പെട്ട ഒരു താഴ്വരയാണ്. അതിലേക്ക് കാഫിര്യങ്ങളെ അല്ലാഹു തആല, അവിശ്വാസികളെ അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്ന സമയത്ത് ആ കഠോരമായ ശിക്ഷ, അവിടെ ആ ശിക്ഷ ലഭിക്കുന്നത് നിസ്കരിക്കാത്ത ആൾക്കാർകളാണ്. അപ്പോ ഇവരോട് ചോദിച്ചു, കാഫിര്യങ്ങളോട്, നിങ്ങൾ മുസ്ലിമീങ്ങളൊന്നല്ലല്ലോ, മാ സലക്കക്കും ഫീ സഖർ, ഫീ സഖർ, ഈ സഖർ എന്ന് പറയുന്ന ഈ നിസ്കരിക്കാത്തവർക്ക് പടച്ചോൻ വെച്ച ഈ ചെരുവിൽ നിങ്ങൾ എങ്ങനെ പ്രവേശിച്ചു? അപ്പൊ ഓല് പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ലേനി, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങള് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ലേനി. മീൻസ് അവർക്ക് ഉപജീവനത്തിന് ആവശ്യമായി ഞങ്ങളുടെ ആവശ്യമായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അവർക്ക് ബാധകമാണ്. പക്ഷെ ആദ്യം അവർ മുസ്ലിം ആവണം. അപ്പൊ അത് മറ്റൊരു വിഷയം, അതിൽ പറഞ്ഞു മാത്രം. അപ്പൊ ഇന്നല്ലാഹു ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾപ്പെട്ട ധനികന്മാരുടെ മേൽ അല്ലാഹു തആല ഫർളാക്കി. ഫീ അംവാലിഹിം, ധനികന്മാരുടെ മുതലുണ്ടാകും, ആ അവരുടെ മുതലിൽ നിന്ന് അല്ലാഹു തആല ഫർളാക്കി. എന്താ ഫർളാക്കിയത്? ബിഖദരില്ലദീ യസഉ അലാ ഫുഖറാഇഹിം, ബിഖദരില്ലദീ യസഉ അലാ ഫുഖറാഇഹിം, അതായത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തിന് തികയുന്നതെന്തോ അത് കൊടുക്കൽ ഫർളാക്കി. ഇത് അലിയുള്ളാഹിന്റെ ഹദീസാണ്. ഇത് ശരിയായ ഹദീസാണ്. ഈ ഹദീസിന് യാതൊരുവിധ കുഴപ്പമില്ല. തബ്റാനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പണക്കാർ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പണം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പണക്കാർ അല്ലാഹു തആല ഫർളാക്കിയത് അലിയുള്ളാഹു എന്ന് പറയുന്നു. ഫീ അംവാലിഹിം, അവരുടെ മുതലിൽ നിന്ന് ഫർളാക്കി. ബിഖദരില്ലദീ യസഉ ഫുഖറാഹും, അവരിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് തികയുന്ന ഉപജീവന മാർഗം എന്തോ അത് കൊടുക്കൽ. വലൈ യജ്ഹദൽ ഫുഖറാഉ ഇദാ ജാഉ വഅറു ഇല്ലാ ബിമാ യുളിയു അഗ്നിയാഉഹും, ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിശക്കുകയാണെങ്കിൽ, വലൈ യജ്ഹദ, ഒരിക്കലും തന്നെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല, അൽ ഫുഖറാഉ, പാവപ്പെട്ടവൻ, ഇദാ ജാഉ, അവന് വിശപ്പ് മൂലം, വഅറു, അവന് ഉടുക്കാൻ വസ്ത്രമില്ലാത്തത് മൂലം ഏതെങ്കിലും പാവപ്പെട്ടവൻ വിഷമിക്കുകയാണെങ്കിൽ അതുണ്ടാവുകയില്ല, ഇല്ലാ ബിമാ യുളയ്യു അഗ്നിയാഉഹും, അവരുടെ കൂട്ടത്തിൽപ്പെട്ട പണക്കാരായ ആളുകൾ ദൂർത്തടിച്ച് ആ പണം നശിപ്പിക്കുന്നത് കൊണ്ടല്ലാതെ. അപ്പൊ ഓരോ പണക്കാരനും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എനിക്കിന്ന് ഭക്ഷണം കിട്ടി, ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അവന് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ അധികമായിട്ട് ഭക്ഷണത്തിന് അത് ചെലവഴിക്കാൻ പാടുള്ളൂ. ഒരു പണക്കാരൻ കോടികൾ കൊണ്ട് സദ്യ നടത്തുന്ന സമയത്ത് പച്ച വെള്ളം കിട്ടാതെ ഒരുത്തൻ അവിടെ വിശപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണക്കാരൻ അമൂല്യമായ ഉടയാട് എടുക്കുന്നുണ്ടെങ്കിൽ, വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ, അപ്പുറത്ത് മറ്റൊരുത്തിന് ഒടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അവനാണ്. അറിഞ്ഞുകൊള്ളണം, എല്ലാ പണക്കാരനും അറിഞ്ഞുകൊള്ളണം. അല്ലാഹു തആല അവരെ അതിശക്തമായ ഹിസാബ് കൊണ്ട്, വിചാരണ കൊണ്ട് അല്ലാഹു തആല വിചാരണ ചെയ്യും. നന്നായി ശിക്ഷിക്കും. എന്താ ശക്തമായ വിചാരണ എന്നാല്? ഇപ്പൊ നമുക്കൊക്കെ അറിയാം വിചാരണ. എന്താ ഈ വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയും, ചെയ്തിനോ ചെയ്തിനി കഴിഞ്ഞു, അങ്ങനെയല്ല വിചാരണ. അള്ളാഹുവിന്റെ വിചാരണ എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റേ ക്രിക്കറ്റിലൊക്കെ കാണുന്ന മാതിരിയുള്ള റീപ്ലേ മാതിരിയാണ്. ക്രിക്കറ്റിൽ ഇപ്പൊ നമ്മള് ഒരു ബോൾ എറിഞ്ഞു, അത് നേരെ എറിഞ്ഞിട്ട് ബൗൾ ചെയ്യുന്ന സമയത്ത് അത് LBW ആയല്ലേ സംശയം വന്നാൽ എന്ത് ചെയ്യും? അമ്പയർമാർ ഇങ്ങനെ ഉണ്ടാക്കും. അതിന്റെ അർത്ഥം എന്താണ്? തേർഡ് അമ്പയർ എന്ത് ചെയ്യണോ? ആ കഴിഞ്ഞു പോയ റെക്കോർഡ് ഇടണം. അപ്പൊ ഉണ്ടാവും ഇയാൾ ആദ്യം വന്ന സമയത്ത് എറിയുന്ന സമയത്ത് അത് ആദ്യം ആള് എറിയുന്ന കാല് ശരിയാണോ നോക്കും, പിന്നെ എറിഞ്ഞ് ബോൾ പോയി, പിന്നെ അവിടെ എത്തി കൊണ്ടില്ല നോക്കും. അങ്ങനെ റെഡി ആണോ അല്ലേ എങ്കിൽ എന്ത് ഔട്ട് വിളിക്കും. എന്നതുപോലെ അള്ളാഹു ഹിസാബ് ചെയ്യുന്ന സമയത്ത് നിഷേധിക്കാൻ പറ്റൂല. പടച്ചോനെ, ഞാൻ പാവങ്ങൾക്ക് ഇത്രമാനം കൊടുത്തിട്ടുണ്ട്, അള്ളാഹുക്ക് ഭയങ്കര സംഭാവനല്ലേ, ഞാൻ ഇസ്ലാമിക് സെന്ററിന്റെ പരിപാടിക്ക് പോയി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തല്ലോ. അപ്പൊ അള്ളാഹു തആല റീപ്ലൈ വിടും, നീ വലിയൊരു ആർഭാടമായ സദ്യ നടത്തുന്നു,
ആർഭാടമായ സദ്യ പണക്കാരെ നടത്തുമ്പോൾ പാവപ്പെട്ടവന് 4 എത്താൻ പറ്റും. ഇപ്പൊ 3 സ്റ്റാർ ഹോട്ടലിലും 4 സ്റ്റാർ ഹോട്ടലിലും ദുബൈയിലെ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരു സദ്യ നടത്തുകയാണെങ്കിൽ എത്ര പാവപ്പെട്ട അതിൻ്റെ ഉള്ളിൽ പ്രവേശനം ഉണ്ടാവും? അപ്പൊ ഉണ്ടാവും അവിടെ കുന്നുകണക്കിന്. പിന്നെ നമ്മളെ ഞാനൊരു നമ്മളെ കമ്പനിയുടെ തന്നെ ഒരു വലിയൊരു പാർട്ടിക്ക് പോയപ്പോ എനിക്ക് അനുഭവം ഉണ്ട്. അതായത് അനുഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഐസ്ക്രീം ആണെങ്കിൽ ആ ഏരിയ മുഴുവൻ വലിയൊരു ഐസ്ക്രീമിന്റെ സൂപ്പർ മാർക്കറ്റുള്ള കാര്യമാണ്. ആർക്ക് എത്ര വാങ്ങി എടുത്തുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മളെ ജ്യൂസ് വേൾഡ് ഒന്നും ബാധിക്കില്ല. അങ്ങനെ ഫ്രൂട്ട്സിന്റെ ലോകാണ്. എത്ര വേണേ കുറെ ആൾക്കാരൊക്കെ അവിടെ തിരിക്കും പിടിക്കും. അതിങ്ങനെ അള്ളാഹുവിനെ കാണിക്കും. അപ്പുറത്ത് തിന്നാൻ കഴിയാതെ കുടിക്കാൻ കഴിയാതെ 10,000 ആൾക്കാർ പട്ടിണിയെടുക്കണമെന്ന് കാണിച്ചു കൊടുക്കും. ഇവൻ എന്താ ചെയ്യാ? അവന് വായ അല്ലയോ മനത്ത് പോലെ അഫ്വാഹി വായ മൂടിക്കെട്ടും ഒത്തുക്കല്യമുന ഐതിഹ്യം ദശുത അർജുനവും. അതാണ് പരിപാടി. അതുകൊണ്ട് നല്ല ഹിസാബ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ പണമുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇസ്ലാമിന്റെ സാമ്പത്തികമായ അച്ചടക്കാണത്. ഒരുത്തനും വിശപ്പ് അനുഭവിക്കാൻ ഇസ്ലാം അനുവദിക്കില്ല. ഒരുത്തനെയും പിന്നെ അവന്റെ വിശപ്പ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അവന്റെ നടത്തം, ഉപജീവനത്തിന് ആവശ്യമായ ഒരു കാര്യത്തിലും ഇസ്ലാം ആരെയും കുടിക്കില്ല. കാരണം എന്താണ്? അങ്ങനെ ഒരു പാവപ്പെട്ടവൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ പണക്കാരനാണോ നീയാണ്. എല്ലാവരും പറഞ്ഞാൽ അയൽവാസി പട്ടിണി എടുക്കുമ്പോ പിന്നെ വിശപ്പ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ കൊടുത്തപ്പെട്ടല്ലാണ്. അല്ലാഹുവിന്റെ റസൂൽ വിശപ്പ് പിന്നെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടുണ്ടോ? പല കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ അടുക്കലേക്ക് വല്ല സാധനം വന്നാൽ നബി അന്വേഷിക്കും. വല്ല ഭക്ഷണ സാധനത്തെ ആർക്കെങ്കിലും ഇവിടെ ഭക്ഷണം കിട്ടാതുണ്ടോ സഹാബികളെ വിട്ട് അന്വേഷിപ്പിക്കുമായിരുന്നു. നമുക്കറിയുന്ന സംഭവമല്ലേ. വല്ലതും എക്സ്ട്രാ വന്നാൽ അസംസ്കരിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞു, പിന്നെ സലാം വിട്ടതിന്റെ മുമ്പ് കൂട്ടുപ്രാർത്ഥന ഒന്നും ഇല്ലാതെ നബി ഒറ്റ ഓട്ടോടി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ എന്താണ്? നബിന്റെ ഒരു ഭാര്യയുടെ വീട്ടിൽ, ഭാര്യമാരുണ്ടല്ലോ, ഒരു ഭാര്യയുടെ വീട്ടിൽ ഒരു ചെറിയൊരു വെള്ളിയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അതെടുത്ത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് സഹാബികളൊക്കെ അവിടെ അന്തം വിട്ടു. കൂട്ടത്തിൽപ്പെട്ട ഒരു ധൈര്യശാലി ദുൽ യദൈൻ അദ്ദേഹം ചോദിച്ചു, എന്താ നബി എങ്ങനെ പോകാനുള്ള കാരണം? ഇന്ന് പ്രാർത്ഥന ഒന്നുമില്ലേ? അതൊന്നുമല്ല, ഞാൻ നിസ്കരിച്ചിട്ട് സലാം വിട്ടപ്പോ എനിക്ക് ഓർമ്മ എന്ത് ഹഫ്സാബിയെന്ന് തോന്നുന്നു, എന്റെ ഭാര്യയുടെ വീട്ടില് ഒരു വെള്ളിന്റെ ഒരു കഷ്ടമുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ ദുആ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് മരിച്ചാലോ വഫാത്തായാലോ ഞാൻ അതിന്റെ അവകാശിക്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയിട്ട് എന്ത് ചെയ്തു? അത് അവിടെ വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിന്റെ അവകാശികൾക്ക്. ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ച. പിന്നെ മറ്റൊന്ന്, ദാനധർമ്മങ്ങൾ. ഇസ്ലാം പറയുന്നത് വെച്ചാൽ ലുബ്ധത, മനുഷ്യനെ ദുർമാർഗത്തിന് പ്രേരിപ്പിക്കുന്നത്, ദുരാഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്, മനുഷ്യനെ പിന്നെ മുതലിനോട് അമിതമായ അത്യാർത്ഥി ഉണ്ടാക്കുന്നത് ലുബ്ധതയാണ്. ആ ലുബ്ധത മാറാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? സ്വതക്കയാണ്. ആ സ്വതക്കത്ത് തുത്ഫിഉൽ ഖതിയത കമാ യുത്ഫിഉൽ മാഉൻ നാർ. ലുബ്ധത മൂലമാണ്. അതായത് ഒരു മനുഷ്യന് മാനസികമായ വിശാലത ഹൃദയത്തിന് ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്നേഹം കുറയുന്നത്, വെറുപ്പുണ്ടാകുന്നത്, തെറ്റായ കാര്യം മനസ്സിന് തീരെ പിന്നെ വിഷമങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമയത്ത് പിന്നെ മനുഷ്യൻ എല്ലാവിധ അതിക്രമങ്ങളും ചെയ്യും. ആ സമയത്ത് ആ അതിക്രമങ്ങളിൽ നിന്ന് അവനെ ഒഴിവാക്കണം, അവനെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവന് ദാനശീലം ഉണ്ടാക്കണം. അതുകൊണ്ട് നിർബന്ധമായി കൊടുക്കാൻ പറ്റും, നിർബന്ധമായി കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ മനസ്സിന് കെട്ടങ്ങ് പൊട്ടും. അത് കൊല്ലം കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിങ്ങനെ കുറഞ്ഞു വന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവന് ബാക്കിയുള്ള പിന്നെ സുന്നത്തായ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം അവനുണ്ടാവും. ചുരുക്കി പറയാം, അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇനിയിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉള്ള പിന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് അക്രമങ്ങൾ നടക്കുന്നത്. എന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പിന്നെ എന്ത് ചെയ്യണത്? എന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വാതിൽ കുത്തി തുറന്നിട്ടും വലിയ വിലപിടിപ്പുള്ള പിന്നെ വസ്തുക്കളൊക്കെ മോഷ്ടിക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് അക്രമം നടക്കുന്നുണ്ടോ എനിക്ക് തികയുന്നില്ല, മറ്റൊരിടത്ത് അതുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? മറ്റൊരാൾ ആക്രമിച്ചുകൊണ്ടും ഇവിടെ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടും പിന്നെ എനിക്ക് മറ്റുള്ളവന്റെ മുതല് അപഹരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്, കഷ്ടപ്പാട് എന്ന സാധനം അത് ഉണ്ടാകുന്നത് സാമ്പത്തികമായ ക്രമത്തിലും ഇടപാട് നയങ്ങളിലുമുള്ള പിന്നെ കുഴപ്പം കൊണ്ടാണ്. ഈ സാമ്പത്തികമായ ക്രമം, സാമൂഹിക ക്രമവും അതുപോലെ ഇടപാടുകളിലുള്ള പിന്നെ എന്താണ് പിന്നെ സന്തുലിതാവസ്ഥ,
അല്ലെങ്കിൽ സമ്പത്തിന്റെ വിതരണ രീതി, ഇതിലൊക്കെയുള്ള കുഴപ്പങ്ങൾ മൂലമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത്. ഈ കുഴപ്പങ്ങളെ പരിഹരിക്കുവാൻ ഇസ്ലാം വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു തആല നമുക്ക് വെച്ചിട്ടുണ്ട്. ഇസ്ലാം ഏറ്റവും അധികം പറയുന്ന കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് സാമ്പത്തിക പുരോഗതിക്ക് ഇസ്ലാം മുഖ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് സക്കാത്ത് കൊടുക്കുക, രണ്ട് പലിശ ഒഴിവാക്കുക. ഒന്ന് സക്കാത്ത് കൊടുക്കുക, രണ്ട് പലിശ ഒഴിവാക്കുക. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു തആല വളരെ അപൂർവമായിട്ട് മാത്രമേ വിശുദ്ധ ഖുർആനിൽ ചെയിൻ ആയത്തുകൾ ഒരു വിഷയത്തെ കുറിച്ച് കൊടുത്തിട്ടുള്ളൂ. ആയത്തുകളോടായത്ത് അത് വളരെ അപൂർവമായി കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ അല്ലാഹു തആല നിർലോഭമായി കൊടുത്തിട്ടുണ്ട്, അതാണ് പലിശ. അല്ലദീന യഅകുലൂന റിബ യഖൂമൂന കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഈ പലിശ തിന്നുന്ന വ്യക്തികൾ, ആ പലിശയുടെ കഴിഞ്ഞ ശേഷം മറ്റു ചില ഇടപാടുകൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്, അത്രേ കഴിയുള്ളൂ. കാരണം വളരെയധികം വിഷമം അനുഭവപ്പെട്ടിട്ടുണ്ട് വിഷയം അവസാനിപ്പിക്കാൻ. അല്ലദീന യഅകുലൂന റിബ, ഈ പലിശയുടെ പറഞ്ഞ വളരെ ആവശ്യമാണ്. അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന വ്യക്തികൾ. യഖൂമൂന, അവർ അന്ത്യനാളില് എഴുന്നേറ്റ് വരും. നമ്മൾ അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ പുനർജീവിപ്പിച്ച് എഴുന്നേറ്റ് വരും. കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, ഈ പിശാചു ബാധ ഏറ്റതുപോലെ വേച്ച് ഇങ്ങനെ നടന്നു വരും. എന്താ അങ്ങനെ വരാനുള്ള കാരണം? ദാലിക ബിഅന്നഹും ഖാലൂ, ഓര് പറഞ്ഞു തരുന്നതെന്ത്? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, ഈ കച്ചവടം എന്ന് പറഞ്ഞാല് അത് പലിശ പോലെ തന്നെയാണ്. പലിശയും കച്ചവടം ഒരു കുഴപ്പമില്ല, ഒരു വ്യത്യാസമില്ലാണ്. ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, ഈ കച്ചവടം എന്ന് പറഞ്ഞ സാധനം പലിശമാരി തന്നെയാണ്. എന്നാ കേട്ടോളി, അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു തആല ഹലാലാക്കിയാണ്. വഹറമ റിബ, പലിശയെ അല്ലാഹു തആല ഹറാമാക്കിയാണ്. ഫമൻ ജാഅഹു മൗഇദും മിർ റബ്ബിഹി, ആർക്കെങ്കിലും അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഉപദേശം എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് ഹറാമാണെന്ന് ഉപദേശം എത്തി, ഫന്തഹ, എന്നിട്ട് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്താൽ ഫലഹു മാ സലഫ, കേസിലായി. വമൻ ആദാ, അല്ലാഹുവിങ്കിൽ നിന്ന് ഈ നിർദ്ദേശം ലഭിച്ചിട്ടും പിന്നെയും പലിശയിലേക്ക് മടങ്ങിച്ചെന്നാൽ ഫൗലൈക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ, നരകത്തിലായിരിക്കും അവരുണ്ടാവുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. വദറൂ മാ ബഖിയ മിനർ റിബ, നിങ്ങൾ പലിശക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള പലിശ ഒഴിവാക്കിങ്ങൾ. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശ ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്തോ അത് മുഴുവൻ നിങ്ങൾ ഒഴിവാക്കുകയും ഫൈലം തഫ്അലു, അതിന് നിങ്ങൾ തയ്യാറല്ലേ? ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അറിഞ്ഞോളി, നിങ്ങൾക്കെതിരെ അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. പലിശ കൊടുത്തിട്ട് പലിശ എന്നുള്ള ഏർപ്പാട് നിങ്ങൾ തുടരുവാൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലേ എങ്കിൽ ഓർത്തുകൊള്ളുക. ഫഅദനൂ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾക്കെതിരെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധപ്രഖ്യാപനമുണ്ട്. ഇനി നിങ്ങൾ പിന്തിരികയാണെങ്കിലോ ഫൈൻ തവല്ലോ ഫലക്കും റൂസു അംവാലിക്കും, നിങ്ങൾ പലിശക്ക് പണം കടം കൊടുത്തു, നിങ്ങൾ ഇനി പലിശ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഫലക്കും റൂസു അംവാലിക്കും, ആ കൊടുത്ത മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, അല്ലാഹു തആല പലിശ കാരണം നിങ്ങൾ ഒരാൾ ആക്രമിക്കുവാനോ നിങ്ങൾ ആക്രമിക്കപ്പെടുവാനോ അല്ലാഹു തആല ഒരിക്കലും തന്നെ അനുവദിക്കുകയില്ല. ഇനി കടം കൊടുത്ത വ്യക്തി കടം ഒരാൾക്ക് കൊടുത്തു, അവൻ ഭയങ്കരമായ കടക്കാരനായി മാറി, അവൻ തിരിച്ചടക്കാൻ കഴിയുന്നില്ല. ഫൈൻകാനദോസ്രത്തിൽ വലിയ പ്രയാസമാണെങ്കിൽ മൈസറ, അല്പൊരാശ്വാസം എന്താണ് അവരെ പിന്തിപ്പിക്കുകയും. എന്നാൽ ചില ഘട്ടങ്ങളിൽ അവർ തിരിച്ചടക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോ ഖൈറുല്ലഹു, ഓന് വിട്ടാണ് കൊടുക്കുകയാണെങ്കിൽ വലിയ ഹൈറാട്ടോ. അങ്ങനത്തെ ഘട്ടത്തിൽ അള്ളാഹിന്റെ പ്രഖ്യാപനമാണ്. എന്നിട്ടോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ സമയത്ത് നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല. ഇവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു ഓർക്കും. ഇതാണ് പലിശന്റെ അവസ്ഥ. അപ്പൊ എന്താണ് പലിശ? എന്താണ് കുറെ സാമ്പത്തിക കാര്യങ്ങൾ, വളരെ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. എന്താണ് പലിശ? എത്ര ഇനം പലിശ? നമ്മളൊക്കെ പലിശ എന്ന് കേൾക്കുന്നതിലുള്ളൂ. എന്താണ് ഈ പലിശ? എത്ര ഇനം പലിശയുണ്ട്? വളരെ ഷോർട്ടായി പറയുകയാണ്. പലിശ എന്ന് പറഞ്ഞാൽ അത് കച്ചവടത്തിലുണ്ട് പലിശ, കടം കൊടുത്താലും പലിശയുണ്ട്. ഈ 2 തരത്തിലുള്ള പലിശയുണ്ട്. അല്ല മൂന്നാമതൊരു പലിശ ഇല്ല. ശരിക്കും ശ്രദ്ധിക്കണം.
രണ്ടു തരം പലിശ. ഒന്ന് കച്ചവടത്തിലുള്ള പലിശ, രണ്ടാമതായിട്ട് പൈസ കടം കൊടുക്കുമ്പോഴുള്ള പലിശ. കച്ചവടത്തിലുള്ള പലിശ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇടപാട് നടക്കുന്ന സമയത്ത്, നമ്മളൊരു കച്ചവടം നടക്കുന്ന സമയത്ത് ഇബാദത്താണെന്ന് ഒരാളൊരു കച്ചവടം നടത്തുമ്പോൾ ശറഈന്റെ മാനദണ്ഡം അനുസരിച്ച് കച്ചവടം നടത്തുന്ന സമയത്ത് 3 തരത്തിലുള്ള പലിശ ഉണ്ടാവാം. ഒന്ന് റിബാ ഫളിൽ. ഇവിടെ ശ്രദ്ധിക്കണേ, റിബാ ഫളിൽ. റിബാ ഫളിൽ എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, നാണയങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയൊക്കെ ഒന്നിന് പകരം മറ്റൊന്നായി വിൽക്കുമ്പോൾ, അരിക്ക് പകരമായി വിൽക്കുമ്പോൾ, ഗോതമ്പിന് പകരമായി വിൽക്കുമ്പോൾ, ചോളത്തിന് പകരമായി വിൽക്കുമ്പോൾ, സ്വർണത്തിന് പകരമായി വിൽക്കുമ്പോൾ, വെള്ളിക്ക് പകരമായി വിൽക്കുമ്പോൾ അത് സമമായി വിൽക്കണം. അതായത് 1 കിലോ ഉപ്പിന് പകരം 1 കിലോ ഉപ്പേ കൊടുക്കാവൂ. അവിടെ ഈ ഉപ്പ് കുറച്ച് മുന്തിയത്, മറ്റേ ഉപ്പ് കുറച്ച് താന്നത് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൂട്ടി കൊടുക്കാൻ പറ്റൂല. സമമാകണം. അങ്ങനെ സമമായില്ലെങ്കിൽ റിബാ ഫളിൽ, അധിക പലിശ. ഒന്ന് കൂട്ടിയതിനെ റിബാ ഫളിൽ എന്നറിയാം, പാടില്ല. നമ്മളങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ റൊക്കമായിരിക്കണം. ഒന്ന് ഇപ്പൊ എന്റെ അരി അപ്പൊ തരാം, എന്റെ അരി കുറച്ച് കണ്ടു തരാം, പറ്റൂല, കച്ചവടത്തില് പറ്റൂല. പിന്നെ മൂന്നാമത്തെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് കൈയായിട്ട് കൊടുക്കണം. അതായത് ഇവിടെ നമ്മള് ഒരു വസ്തു കൈമാറുന്ന സമയത്ത് ആ 2 വസ്തു കൈമാറുന്ന സമയത്ത് ആ സദസ്സിൽ 2 പേരും ഉണ്ടായിരിക്കണം. ഒരാൾ പോകാൻ പാടില്ല. കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരാൾ പോകാൻ പാടില്ല. അത് റിബാ, ഇത് കയ്യിന്റെ പലിശ. കാരണം എന്താണ്? ഈ കാര്യങ്ങൾ, സ്വർണം, വെള്ളി, ഭക്ഷണം, ഈ സാധനം എന്ന് പറഞ്ഞാല് മനുഷ്യന് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. സ്വർണം, വെള്ളി എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളിയായിട്ടല്ല, അത് മറ്റു വസ്തുക്കളുടെ വിലയാണത്. അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇത് പണമാണ്. രണ്ടാമത് ഭക്ഷണ സാധനങ്ങൾ. ഈ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള അത്യാവശ്യമുള്ള സംഗതിയാണ്. ഈ അത്യാവശ്യമുള്ള സംഗതിയിൽ ഒരു കാരണവശാലും മായം ചേരാൻ പാടില്ല. ഒരു കാരണവശാലും ശരി, എന്റെ കയ്യിൽ താഴ്ന്ന അരിയുണ്ട്, 5000 ഉണ്ട്, മറ്റവന്റെ കയ്യിൽ കുറവുണ്ട്, ഇതിന്റെ പേരിൽ ഒരിക്കലും തന്നെ ഒരാൾ മറ്റൊരാൾക്ക് പ്രത്യേകത കൽപ്പിക്കപ്പെടുന്ന ആളാകാൻ പാടില്ല. കാരണം എന്താണ്? അല്ലാഹു തആല ഇവന് കൊടുത്ത കുറച്ച് താഴ്ന്ന അരിയാണ്, മറ്റൊരു കൊടുത്ത മുന്തിയരിയാണ്. ഇവൻ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ അവനെ സഹായിക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സഹായമാണ്. ഇവന് കിട്ടിയത് താഴ്ന്നതായി എന്നതിന്റെ പേരിൽ ഇവനെ ചൂഷണം ചെയ്യാൻ ഞാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് 3 പലിശ കച്ചവടത്തിലുണ്ട്. 3 ഞാൻ പറഞ്ഞു. ഒന്നാമതായിട്ട് ഒരേ സാധനമാണെങ്കിൽ, വെള്ളിക്ക് പകരം വെള്ളി, ഉപ്പിന് പകരം ഉപ്പ്, ഇതാണെങ്കിൽ സമമായ അളവിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ റിബാ ഫളിൽ എന്ന് അറബി പറയും, മലയാളത്തില് അധിക പലിശ. രണ്ടാമത്തെ റൊക്കമായിട്ട് കൊടുക്കണം. അതായത് ഒന്ന് ഇപ്പൊ തരാം, ഒന്ന് കുറച്ചുകൊണ്ട് തരാം, പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പലിശയാണ്? റിബൻ നസീസ്, അത് പാടില്ല, അവധി പലിശ. മൂന്നാമത്തത് എന്താണ്? അത് കൈക്ക് കൈയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ എല്ലാവരും ഉണ്ടാകണം. ആ കച്ചവടം പൂർത്തിയായതിനു ശേഷം അവിടെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയും? റിബായത് കൈപ്പലിശ. പക്ഷെ ഈ പലിശകൾ ഇന്നിപ്പോ നിലവിലില്ല. എല്ലാവരും പറഞ്ഞു മാത്രം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ള അവസ്ഥയൊക്കെ പറയും. ഇപ്പൊ ഈ പലിശകൾ നിലവിലില്ല. ഇപ്പൊ നിലവിലുള്ള പലിശ എന്താണ്? റിബാ ഖറള്, കടത്തിന്റെ പലിശ. കടത്തിന്റെ പലിശ ഇന്നിപ്പോ നിലവിലുള്ളത് അത് 2 രീതിയിലുണ്ട്. ആ രണ്ടാമത്തെ രീതി ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. ഒന്നാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉണ്ടാക്കി കടം കൊടുത്തു. ആ കടം കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ചു തരുമ്പോ എനിക്കെന്ത് ചെയ്യാം? അല്പം അധികം തരണം. അതിന്റെ ഞാൻ കടം തന്നു എന്നതിന്റെ പേരിൽ നീ എനിക്ക് അല്പം പൈസ അധികമായിട്ട് തരണം. അങ്ങനെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പലിശ എന്താണ്? അപ്പൊ അത് തീർച്ചയായിട്ടും വലിയ സംഖ്യക്കാണെങ്കിൽ അത് വാങ്ങാൻ അതിന് സാക്ഷി ഉണ്ടാകും, അത് എഴുതി വെക്കും. അപ്പൊ എഴുതി വെക്കുന്നവരും അതിന് സാക്ഷി നിൽക്കുന്നവരും ആക്കിലുഹുവോ മൂക്കിലുഹുവോ കാത്തിലുഹു എല്ലാവരും എന്താണ്? അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. കുല്ലുഹും സവാ. ഈ പലിശ കാരണം ഒരാളുടെ കയ്യിൽ അല്ലാഹു തആല പണം കൊടുത്തത് അവന്റെ ഔദാര്യം കൊണ്ട് കൊടുത്താണ്. മാത്രമല്ല അവന്റെ അവകാശമല്ലത്, അത് അവന്റെ അവകാശമല്ല, അല്ലാഹു കൊടുത്ത ഫضലാണത്. അവിടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആവശ്യക്കാരന് വരുന്ന സമയത്ത് ഒരു കടം കൊടുക്കണം. ആ സമയത്ത് അവന്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യരുത്. ഈ കടത്തിൽ തന്നെ വേറൊരു സംഭവമുണ്ട്. ഇപ്പൊ ഹുണ്ടി കടത്തുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. ഹുണ്ടിക്ക് പണം നാട്ടിലേക്ക് പണം അടക്കുന്നവർ ശ്രദ്ധിക്കണം. ആദ്യം അത് ഹലാലല്ലേ ചർച്ച നമുക്ക് പിന്നീട് നടത്താം. ഇപ്പൊ പറഞ്ഞത് പലിശയുടെ ബന്ധപ്പെട്ട സംഗതിയാണ്. നിങ്ങൾ 10,000 രൂപ എന്റെ വീട്ടിലേക്ക് കൊടുക്കണമെന്ന് ഹുണ്ടിക്കാരോട് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാമ്പത്തിക കാര്യം പറഞ്ഞ സമയത്ത്, ഇസ്ലാമിന്റെ വീക്ഷണം പറഞ്ഞ സമയത്ത് നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരിപാടി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക?
ആ പണം നാട്ടിലെത്തി, അതുകൊണ്ട് മക്കൾ തിന്ന് ജീവിച്ച് വളർന്നാൽ ഹറാമിലാണ് ആ ശരീരം വളരുന്നത്. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ ശരീരം നരകത്തിനോടാണ് ഏറ്റവും അധികം, പിന്നെ നരകത്തിൽ തിന്നാനാണ് ഏറ്റവും അധികം അള്ളാഹു താല്പര്യപ്പെടുക. അതായത് നിങ്ങളോട് 10,000 രൂപ നാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറയും. ആ സമയത്ത് അവര് പറയും ഓക്കെ കൊടുക്കാം, എന്നാ ഈ പൈസ തരാ, നാളെ തരാം, എന്നാ റേറ്റ് 78. എപ്പ തരും? അടുത്ത പിന്നെ മാസം, എന്നാ റേറ്റ് 80. എപ്പ തരും? ഇപ്പൊ എനിക്ക് വലിയ പ്രയാസ, മോളെ കല്യാണം 6 മാസം, എന്നാ റേറ്റ് 82. വട്ടിപ്പലിശാണ്, വട്ടിപ്പലിശ ആണ് റിബന്നസി. കടത്തിലുള്ള പിന്നെ പലിശയാണിത്. കടത്തിലുള്ള പലിശ അത് വട്ടിപ്പലിശയാണ്. ആ പൈസക്ക് നമ്മൾ കൊടുക്കലും ആ പണം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് വിലത്രകൾ അതൊന്ന് കണ്ടാണ് നല്ലതാണ്. അക്ലു ദിർഹമിൻ വാഹിദിൻ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പലിശന്റെ കാര്യത്തിൽ, അക്ലു ദിർഹമിൻ വാഹിദിൻ മിനൽ റിബ, പലിശ ഇനത്തിൽ ലഭിച്ച 1 ദിർഹം കൊണ്ട് ഭക്ഷിക്കൽ, അശദ്ദു ഏറ്റവും കടുത്തതാണ്, മിൻ 33 സനിയ, 33 വ്യഭിചാരത്തേക്കാൾ. അഹ്മദ് ഇമാം, ദാറഖുത്നി ഇമാം, മിഷ്കാത്ത്, ഈ 3 ഹദീസ് പിന്നെ ഗ്രന്ഥങ്ങൾ കാണുവാൻ കഴിയും. ഒരാള് ശരിക്ക് ശ്രദ്ധിക്കണം, പലിശ ഇനത്തിൽ ലഭിച്ച 1 ദിർഹം കൊണ്ട് ഒരാള് ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 33 പ്രാവശ്യം ഒരാൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യഭിചാരിക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ കിട്ടുന്നത് എന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യാം. ഇനി വേറൊന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർ-റിബ സലാസും വസബൂന ബാബൻ, ഈ പലിശ എന്ന് പറയുന്നത് 73 വിഭാഗമുണ്ട്. പലിശ 73 വിഭാഗം. നമ്മൾ ജനങ്ങളും ഉമ്മത്തൊക്കെ 73 വിഭാഗം അതില്ലേ, അതേമാതിരി പലിശന്റെ 73 വിഭാഗം. അതിൽ നമുക്ക് ഏറ്റവും ചെറുത് പറയാം ഐസറുഹ. ആ 73 വിഭാഗം പലിശയില് പടച്ചോനടുക്കല് താരതമ്യ ശിക്ഷ കുറഞ്ഞ പിന്നെ പലിശന്റെ കണക്ക് പറയുന്നു. ഉമ്മഹു, ഒരാള് സ്വന്തം ഉമ്മാനെ കല്യാണം കഴിച്ച് അവരെ വിഭജിക്കുന്നത് തുല്യാണ്. ഉമ്മഹു, ഒരാൾ തന്റെ മാതാവിനെ വേർക്കുന്നത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് പലിശ നമുക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ ആഖിറത്തേക്ക് എത്ര സമയത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താ വ്യഭിചാര ശിക്ഷ? എന്താ വ്യഭിചാരന്റെ ശിക്ഷ? ഇവിടുത്തെ പോട്ടെ, ആ ആഖിറത്തിലെ ശിക്ഷ എന്താ? വ്യഭിചാരി ആഖിറത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിങ്ങനെ പൊത്തും, മണത്തിട്ട് അവന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ചലവും ചീഞ്ചലവും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആൾക്കാരൊക്കെ ഇങ്ങനെ മണത്തിട്ട്, അത് മകനായാലും പിതാവായാലും ആരായിരുന്നാലും ശരി മാറിക്കൊണ്ടിരിക്കും. അവിടുന്ന് ഒഴിഞ്ഞു മാറും. ആളുകൾ എന്നെ ആക്ഷേപിക്കും, പഹയന് ഇവിടെ മനുഷ്യന്മാർ കൂടുതലെടുത്ത് പാഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടെയും ആൾക്കാർ പിതാക്കും. അങ്ങനെ അത് ഒരു വ്യഭിചാരന്റെ ശിക്ഷയാണ്. അപ്പൊ 33 വ്യഭിചാരത്തിനാണോ 1 ദിർഹമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് അതിന് കഴിയുമെങ്കിൽ അനുഷ്ഠിച്ച് ജീവിക്കുക, കഴിയില്ല എന്നുണ്ടെങ്കിൽ അധികം ഓവറായിട്ട് ആഗ്രഹിക്കാതിരിക്കുക. പിന്നെ മറ്റൊരു സംഗതി പറയാനുള്ളത്, ആരെങ്കിലും മറ്റവർക്ക് കടം കൊടുത്താൽ ഇസ്ലാമിന്റെ കാഴ്ച ഫുള്ള് കറന്നു, എല്ലാ കടവും ജർവ മംഫാത്തൻ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കടം കൊടുത്തോന് കിട്ടുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് കടം കൊടുത്തോന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ ഫഹുവ റിബൻ, അത് പലിശയാണ്. വേറെ ഹദീസിൽ ഫഹുവ വജ്ഹും മിൻ വുജൂഹിർ റിബ, അത് പലിശന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. അത് ഒരാൾ കടം കൊടുത്തു, ആ കടം കൊടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഉപകാരം തിരിച്ചു കിട്ടുകയാണെങ്കിൽ, എന്താ ഉപകാരം? നമ്മൾ വിചാരിച്ചു ആ ഉപകാരം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താണ് ഉപകാരം? ശ്രദ്ധിക്കുക. ഇദാ അഖറല അഹദുക്കും ഖർളൻ, നിങ്ങൾപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് കടം കൊടുത്തു, ഫഉഹിദിയ ഇലൈഹി, അപ്പൊ എന്ത് ചെയ്തു? കടം കൊടുത്തല്ലേ, 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം കൊടുത്ത്, അപ്പൊ ഒരു ഗിഫ്റ്റിന് കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോ മുമ്പ് ഗിഫ്റ്റ് ഒന്നും തരുന്ന ആളല്ല, നല്ലൊരു ഗിഫ്റ്റ് വന്നു. ഫൗഹിദിയ ഇലൈഹി, അവനൊരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്ത്, ഹമലഹു അലാ ദാബത്തിന്, അല്ലെങ്കിൽ എന്ത് ചെയ്തു? സാധാരണ വന്ന വണ്ടിയിലൊന്നും കയറ്റില്ലേ, അന്ന് പോകുമ്പോൾ സ്കൂട്ടറിലാണ് കയറ്റി. അമലഹു അലാ ദാബത്തിൻ, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു? സ്കൂട്ടറിനെ കയറ്റി. അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ പോകുമ്പോ ഇങ്ങോട്ട് പോകണം, ഞാൻ ഇതൊരു കാര്യം ചെയ്യും, അപ്പൊ തന്നെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഇതിനെ കൊണ്ടുപോകാതാണ്, അങ്ങനെ കൊണ്ടുപോയി. എങ്കിൽ ഫലാ യർകബുഹ, ഒരിക്കലും തന്നെ ആ സ്കൂട്ടർ ബലം കയറാൻ പാടില്ല. ഫലാ യഖ്ബലുഹ, ആ ഹദിയ
കൊല്ലാവസാനമാകുമ്പോൾ ഡയറി കൊടുക്കലുണ്ട്. എങ്കിൽ ഇപ്രാവശ്യം എന്ത് ചെയ്യുക, ആ ഡയറി നമുക്ക് സ്വീകരിക്കാം. മുമ്പ് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രശ്നം കിട്ടിയില്ലെങ്കിൽ വൺ സ്കൂട്ടറിനെ കയറ്റലുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കയറി പോകാം. മുമ്പ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ബന്ധുക്കൾ തമ്മിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പലിശയാണ് ആ സാധ്യത സ്വീകരിക്കൽ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് പലിശ, അത് ഈ ഒരാൾക്ക് ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യാനുള്ള ബാബ അടക്കാണ് കുറച്ച്. ആ റസൂലിന്റെ ഉമ്മത്തിലാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് വേറൊരു കഥ കൂടി പറഞ്ഞ ആ പലിശയാണ് സ്റ്റോപ്പ് ചെയ്യണം. സഹീഹ് ബുഖാരിയിൽ ഹദീസ് ഉണ്ട്. മിൻ തരീഖ സഅദ് ബിൻ അബീ ബൽദ. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മദീനയിലേക്ക് പോയി. അപ്പൊ അവിടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഉണ്ട്. വലിയ അഹ്ലി കിതാബിൽപ്പെട്ട ആളായിരുന്നു, വലിയ പണ്ഡിതനാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിന് ഒരുപാട് ഉപകാരമുണ്ടായ വലിയ സഹാബിയാണ്. ആ സഹാബിനോട് പറഞ്ഞു, അലാ തജീബ്, ഒന്ന് നമ്മളൊക്കെ പോന്നൂടെ, കാരയ്ക്ക് അലീസൊക്കെ ഉണ്ടാക്കി തരാം, പിന്നെ എന്റെ വീട്ടിലൊക്കെ ഒന്ന് പ്രവേശിക്കും, ഒന്ന് വരി, ഒന്നുകൂടെ ചോദിച്ചു. അപ്പൊ കാല മൂപ്പര് പറഞ്ഞേ, അബ്ദുല്ലാഹി സ്വലാം പറഞ്ഞേ, മദീന പരിചയമില്ലാത്ത ആളാണ്. മദീനന്റെ കാര്യം പറഞ്ഞു. അബ്ദുല്ലാഹി സ്വലാം പിന്നെ മിക്കവാറും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമായിരിക്കും സംഭവം ഉണ്ടായ. വളരെ ശ്രദ്ധിക്കണേ. അപ്പൊ ആ സമയത്താണ് അബൂബർദയുടെ പിതാവ് മദീനയിലേക്ക് വരുന്നത്. അപ്പൊ മൂപ്പര് പറയാം, എനിക്ക് മദീന പരിചയമില്ലല്ലേ, ഇന്നകബി അർളിൻ, നീ ഒരു ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ പലിശ വളരെയധികം വ്യാപകമാണ്. പട്ടി കൊടുക്കല് അല്ലതാണ്. അതുകൊണ്ട് ഇതാ കാലക്കാലും ഹഖ്ഖുൻ, ഇവിടെ ഈ കൂട്ടത്തിൽ ആരോടെങ്കിലും എനിക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ, അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. ആ ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു ബാധ്യത, ഒരു കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കടപരമായി സഹായിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഓന് നിങ്ങൾക്ക് ഒരു കെട്ട് വൈക്കോല് തന്നാൽ, അന്നത്തെ കാലത്ത് വൈക്കോലാണ്, ഇന്നത്തെ കാലത്ത് എന്താണ് ഒരു 10 ലിറ്റർ പെട്രോൾ വെച്ചെന്നാൽ, അല്ലെങ്കിൽ ആ ഹംലി ഷായരും, അല്ലെങ്കിൽ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഒരു ലേശം ധാന്യം, അല്ലെങ്കിൽ ഒരു അരിച്ചാക്ക് ഉണ്ടെങ്കിൽ, ആ ഹംല കത്തിൻ, ഒരുതരം ഇഷ്ടമുള്ള ഒരു ചെടിയാണ്, ഒരു ക്ലവർ ചെടി, അങ്ങനെ ഒരു ചെടിയാണ്. അപ്പൊ ചെടിയാണ് ഒരു ഗിഫ്റ്റ്, നല്ലൊരു പൂച്ചണ്ട് അതൊക്കെ തരികയാണെങ്കിൽ ഫലാ തഅഖുദുഹു, നീ സ്വീകരിക്കാൻ പാടില്ല. കാരണം ഫഇന്നഹു റിബൻ, അത് പലിശയാണ്. അതുകൊണ്ട് പലിശയെ കുറിച്ച് ഇസ്ലാം അതിശക്തമായി അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അത് ഗുണകരമായിട്ട് വരില്ല. അതിന്റെ ഒരുപാട് വിശദം പലിശക്ക് മാത്രം 1-2 ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. അത്രയും പോയിന്റ്സ് തൽക്കാലം കയ്യിൽ ഞാൻ കഴിയില്ല. ഇനി നമുക്ക് കച്ചവടത്തിന്റെ ചില 1-2 വഴികൾ ഇസ്ലാം പറയുകയാണ്, അതിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം അത് പറഞ്ഞാൽ എവിടെ എത്തൂല. കച്ചവടം പലതരം ഇപ്പെട്ട ഒന്നാണ് ഹവാല. ഹവാല നിങ്ങൾ വിചാരിച്ച ഹവാലല്ല. നമ്മൾ വിചാരിച്ച ഹവാല വേറെ, ഈ പറയാൻ പോണ ഹവാല വേറെ. അതായത് ഞാൻ ഇപ്പോൾ കടം കൊടുത്തു, അതായത് ഒരു എ കടം കൊടുത്തു, ബിക്ക് കടം കൊടുത്തു, എ ബിക്ക് കടം കൊടുത്തു, അതേമാതിരി എ സിയിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്തു. അതാണ് ഹവാല. എ ആർക്ക് കൊടുത്തു, കടം കൊടുത്തു, ബിക്ക് കടം കൊടുത്തു. അതേ എ തന്നെ ആർന്ന് കടം വാങ്ങി ചെയ്ത്, സിയിൽ നിന്ന് കടം വാങ്ങി ചെയ്ത്, എങ്കിൽ ഈ എക്ക് എന്ത് ചെയ്യാം, ഈ എക്ക് ബിയിനോട് പറയാം എന്റെ കടം സിയിൽ നിന്ന് വാങ്ങിക്കോന്ന്. അങ്ങനെ ഞാൻ പരിമങ്ങൾ വെച്ച് എന്താ ബനിക്കൊക്കെ പറഞ്ഞ ആവശ്യം, ഇവിടെ പാര എങ്ങനെ കടം കൊടുക്കണ്ടോന്ന് കൊടുക്കലുണ്ട്, എന്താ പറയാനുള്ള കാരണം ഇപ്പൊ പറയാം. എ ബിയിൽ നിന്ന് കടം വാങ്ങി, സോറി എ ബിക്ക് കടം കൊടുത്തു, അതേമാതിരി സിയിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്താൽ ഈ സിക്ക് ഈ എക്ക് പറയാം ബിയിനോട് എന്റെ കട അടുത്ത് വാങ്ങിക്കോ, സി എന്ന് വാങ്ങിക്കോ, അങ്ങനെ പറയാം. അപ്പോ അങ്ങനെ പറഞ്ഞ ഇഹാലത്ത് അല്ലെങ്കിൽ ഹവാലത്ത് എന്നൊക്കെ പറയുക. നബി പറഞ്ഞിട്ടുണ്ട് മത്ലുൽ ഗനിയ്യ് ഗുൽമുൻ, അവരുടെ മത്ലുൽ ഗനിയ്യ് ഗുൽമുൻ ഫൈദത്തുബിയ അഹദുക്കും അലാ മലീഇൻ ഫലത്തബിഅ. അതായത് പൈസ ഒരാളിങ്ങനെ കടം വാങ്ങിയിട്ട് ഓന്റെ എല്ലാ ഏർപ്പാടും നടക്കുന്നുണ്ട്, കടം തിരിച്ചു കൊടുക്കണില്ല, അത് ദുൽമ. ശ്രദ്ധിക്കണേ, മത്ലുൽ ഗനിയ്യ് ഗുൽമുൻ, ഒരാൾ പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കാൻ അവന് കഴിയുകയും ചെയ്യും. ആ അവസരത്തിൽ അതേ സാഹചര്യത്തിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദുൽമാണ്. ഫൈദത്തുബിയ അഹദുക്കും അലാ മലീഇൻ ഫലത്തബിഅ, വേറെ ഒരാളിലേക്ക് ഇവന് കടം തരാനുള്ള വേറൊരാളിലേക്ക് അത് ചുമത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ സിഗിനോട് വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങാവുന്നതാണ്, ഇടോത്തില്ല. ആ രീതിയാണ് ഇന്നത്തെ ബാങ്ക് ഡ്രാഫ്റ്റുകൾ പറയാനുള്ള കാരണം. ഇപ്പൊ ഞാൻ ഒരാൾക്ക് കടം പൈസ കൊടുക്കാണ്ട്,
ഞാൻ എന്ത് ചെയ്യും? പൈസ എല്ലാം കൊടുക്കാം, വേഗം ചെക്ക് എടുത്തിട്ട് പോയി വാങ്ങിക്കും ബാങ്കിൽ നിന്ന്. കാരണം ബാങ്കിൽ നിന്ന് നിന്റെ പൈസ അവിടെ ഉണ്ട്, അക്കൗണ്ടിട്ട് തരാളാണ്, ചോദിച്ചു പോയി വാങ്ങാം. അങ്ങനെ നമ്മൾ ചെക്ക് കൊടുത്താൽ എനിക്ക് പൈസ തരാൻ പാടുള്ളൂ, വരാൻ പാടില്ല, വാങ്ങണമെന്നാണ്. അതാണ് ചെക്ക്. ഈ ഹവാലിന്റെ ഇപ്പോഴത്തെ രീതി അതാണ്. ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പൈസ ആർക്കും കടം കൊടുക്കൂല. കാരണം എന്താണ്? കാരണം ആർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ മുങ്ങാണ്, കൊടുത്തോ മുങ്ങാണ്. അതാണ് ബാങ്കിൽ വെക്കുന്നത് തൽക്കാലം രക്ഷയില്ലാത്തതിന്റെ പേരിൽ. അപ്പൊ അത് ബാങ്ക് കൊടുക്കാൻ പറ്റില്ല എന്നോട് ചോദിക്കരുത്. കാരണം ചിലപ്പോൾ ബാങ്കിലെല്ലാം പോകുന്നത് പക്ക സ്ഥലമാണ്. അപ്പൊ പിന്നെ നിവൃത്തില്ല. മനുഷ്യൻ കിയാമെന്നാണ്ട് അലാമത്ത് പെട്ടുപോയി. നമുക്ക് പലിശ ഹലാൽ ഹറാമം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നുപോയി. ഇനിയിപ്പോ നമ്മളെ ദ്വാരിക്കുന്ന ഉത്തരം കിട്ടുമല്ല. അള്ളാഹ് ഫൗലോട്ട് തന്നെങ്കിൽ ഒഴികെ അത്രയൊന്നും നമുക്ക് സ്വീകരിക്കാൻ അത്ര കഴിയുള്ളൂ, അത്ര നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ബാങ്ക് ഡ്രാഫ്റ്റ് ഈ ഹവാലത്തിന്റെ പരിധിപ്പെട്ട നമ്മളൊക്കെ കേട്ടോ. തഹ്വീൽ എന്ന് പറഞ്ഞ സാധനം ഈ സംഗതിയാണ്. ഷീക്കാത്ത്. അപ്പൊ ഈ ഷീക്കാത്തിന്റെ ഉത്ഭവം എവിടുന്ന? അത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉത്ഭവം. സക്ക എന്ന ഈ സാധനത്തിന്റെ പേര്. അതായത് സക്ക ആദ്യമായിട്ട് ഇസ്ലാമികത്തിൽ ഈ സക്ക നാണയം അടിക്കണ പേർഷ്യനിലും അതുപോലെ തന്നെ കിസ്റ കേസർ രാജവംശത്തിലൊക്കെ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ നാണയമായിട്ട് അടിക്കുന്നതിനൊക്കെ സക്ക വരും. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഡ്രാഫ്റ്റുമാരെ ഉമർ റളിയല്ലാഹുവിന് സക്ക കിട്ടി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ആ സക്കറിന് ഷാബാൻ പറഞ്ഞു. ഈ സാധനം ഞാൻ ഷാബാനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് ഇത് കൊണ്ടേ കൊടുത്താൽ ഷാബാനിൽ സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ ഉമർ പറഞ്ഞു ഏത് ഷാബാൻ? ഈ ഷാബാനോ ആ ഷാബാനോ? ഈ കൊല്ലം ഷാബാനോ അടുത്ത കൊല്ലം ഷാബാനോ? അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഡേറ്റും തീയതിയൊക്കെ പിന്നെ സമയമൊക്കെ എഴുതാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല നമ്മൾ അത്ഭുതപ്പെടുത്തും. ഈ സംഭവമാണ് ഹിജ്റ വർഷം ഉണ്ടാകാനുള്ള കാരണം. ഹിജ്റ വർഷം കാരണം ഉമർ കുടുങ്ങിപ്പോയി. ഷാബാൻ, ഈ ഷാബാൻ, ഇത് ഏത് ഷാബാൻ? അപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരു ശാപം വേണം, മുസ്ലിങ്ങൾക്ക് ഒരു വർഷം വേണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ സക്ക എന്ന് പറയുന്ന ആ വിഷയത്തില് ഡേറ്റിന്റെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഒരു ഹിജ്റ വർഷം, മുസ്ലിമീങ്ങൾക്ക് ഒരു വർഷം വേണം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നതും ഹിജ്റ മുതൽ ആ വിഷയം ആരംഭിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കച്ചവടം ശിർക്കത്താണ്. ശരിക്കത്ത് എന്ന് പറയാം. അതിൽ ഒന്നിലധികം ആളുകളുടെ അവകാശം പങ്കുചേർന്ന് ഒന്നിച്ചെന്ത് ചെയ്യുക? കച്ചവടം നടത്തുക. മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സായിബ് ബിൻ സെയ്ദ് എന്നവരുമായിട്ട് നബി ആകുന്നതിന് വേണ്ടി കച്ചവടം നടത്തിയിരുന്നു എന്ന് മാത്രമല്ല അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പൊ രണ്ടാൾക്ക് എന്ത് ചെയ്യാം? ഒരേ അവകാശം വെച്ചിട്ട് കച്ചവടം നടത്താം. മൂന്നാമത്തെ കച്ചവടം ഇതിപ്പോ നമ്മൾ സാധാരണ നടത്താനുണ്ട്. മൂന്നാമത്തെ കച്ചവടം കൂറ് കച്ചവടമാണ്. ഓഹരികൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? കച്ചവടം നടത്താം. ഷെയർ കച്ചവടം. അപ്പൊ ഓരോരുത്തർക്കും അവന്റെ ഷെയറിനനുസരിച്ച് കിട്ടുന്ന ലാഭനഷ്ടങ്ങൾ പങ്കുചേർക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഷെയർ അല്ലാഹു തആല അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? ഞാൻ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാസാമാസം ഇത്ര കിട്ടും. അത് സാങ്കല്പിക ലാഭമാണ്. ആ ലാഭം പലിശയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഒരിക്കലും തന്നെ ആരും ഇടപാട് നടത്താൻ പാടില്ല. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്ന സംഭവമാണ് എന്ത്? ഒരു കച്ചവടത്തിൽ ഷെയർ കൊടുക്കും. ആ ഷെയർ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആ കച്ചവടക്കാർ ഇങ്ങോട്ട് പറയും എന്ത്? എനിക്ക് മാസം 16 രൂപ തരും. അത് സാങ്കല്പിക ലാഭമാണ്. സാങ്കല്പിക ലാഭം. യഥാർത്ഥ ലാഭം എന്താണ്? 16 രൂപ ലാഭമാണെങ്കിൽ 16 രൂപ തരും. ചില 16 രൂപ നഷ്ടമാണെങ്കിൽ ആ നഷ്ടത്തിന് തരേണ്ടി വരും. ഇതാണ് കച്ചവടം. അങ്ങനെയെങ്കിൽ ഇത് ശരിയാവും. ഇനി മൂന്നാമത്തെ കച്ചവടം എന്താണ്? മൂന്നാമത്തെ രീതി എന്താണ്? കച്ചവടത്തിന്റെ രീതി അതാണ് ഇപ്പം പലപ്പോഴും നമുക്ക് പിന്നെ കൂടുതലായിട്ട് നടക്കുന്ന സംഭവം ഖിറാദ്, മുറാബദ. ഒരാള് മൂലധനം ഇറക്കുക, വേറൊരാൾ കച്ചവടം ചെയ്യാം. പൈസ ഒരാളും കച്ചവടം പറഞ്ഞാലും ഇസ്ലാമിക് ബാങ്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണ ബാങ്ക് ഇസ്ലാമിക് ബാങ്ക് തമ്മിലുള്ള വ്യത്യാസം അത് ശരിയാണോ അല്ല എന്നുള്ളത് ആ ബാങ്കായിട്ട് ബന്ധപ്പെടാൻ അറിയാൻ പറ്റും. അവര് നമ്മുടെ കയ്യിൽ നിന്ന് ഷെയർ സ്വീകരിക്കുന്നു. എന്നിട്ട് ഈ ഷെയർ ബിസിനസ്സിൽ ഇറക്കിയിട്ട് നമ്മുടെ ഷെയറിനനുസരിച്ച് ലാഭനഷ്ടങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? അത് ശരിയായ ഇടപാടാവുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാമിക് ബാങ്കിൽ പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് നമുക്ക് ദുബൈ എന്ന് പറഞ്ഞൊക്കെ പലപ്പോഴും കിട്ടുന്ന പിന്നെ നമുക്ക് അനുഭവമുള്ളത്. നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ കച്ചവടം എങ്ങനെ പിന്നെ അതിൽ താഴ്ച ഉയർച്ചയില്ലാതിരിക്കും? അതില്ല. കച്ചവടത്തിന് താഴ്ചക്കും ഉയർച്ചക്കും അനുസരിച്ച് നമ്മുടെ ഷെയറിന്റെ വാല്യൂവിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. പിന്നെ നാലാമത്തെ കച്ചവടം ഒരു രീതിയിൽ ഇസ്ലാമിൽ ജിആറത്ത്, അതായത് ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ പാലുണ്ടാക്കി തന്നാൽ എനിക്ക് ഇത്ര പൈസ തരാം. അങ്ങനെ ഒരാൾക്ക് പിന്നെ പാലുണ്ടാക്കി തരാം, ഒരു മതിൽ കെട്ടി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന പണി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എനിക്ക് പ്രതിഫലമായിട്ട് തരാം എന്ന് പറയാം. ജിആറത്ത് തരാം.
താഴ്സ്ഥാനത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കരാർ എടുക്കുന്നത്, കരാർ വ്യവസ്ഥയിൽ ഇപ്പൊ നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി തന്നാൽ എത്ര റുപ്യ തരാം. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 3 ഉടമ്പടി ഉണ്ട്. ഒന്ന് ജിഹാലത്ത്, രണ്ടാമത്തെ എന്താണ് കച്ചവടം നടക്കണ്ടല്ലോ, ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങേണ്ടി വരും. ആ മെറ്റീരിയൽസ് വാങ്ങാനുള്ള ക്യാഷ്, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പണ്ഡിതരുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ സാമ്പത്തികമായ ഭദ്രത ഇസ്ലാം എന്താ പറയുന്നത്? സമ്പത്ത്, ഇപ്പൊ എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, ആ സമ്പത്ത് സൂക്ഷിക്കുന്നതിനെ കുറിച്ച്, അത് സമൂഹത്തിൽ ഭദ്രമായതിനെ കുറിച്ച് എന്താ അല്ലാഹു തആല പറഞ്ഞത്? അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. അതായത് ഒരാളുടെ ധനം വേറൊരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യാണ് മുറിക്കണം. പിന്നെ സമൂഹത്തിൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ധനം അപഹരിക്കാൻ പാടില്ല. ധനം ഉണ്ടാകാൻ തെറ്റല്ല. ഒരാളുടെ കയ്യിൽ ധനം ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവനെ ഉപയോഗിക്കാവുന്നതാണ്. വേറെ ഒരാളിൽ നിന്ന് അല്ലാഹു തആല സംരക്ഷിക്കുന്നു. എങ്ങനെ? ഒരാൾ മറ്റൊരുത്തിന്റെ ധനം തൊട്ടാൽ, എന്റെ മകൾ ഫാത്തിമ തന്നെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അവളുടെ കൈ വെട്ടെന്ന് പറഞ്ഞില്ല. ഇസ്ലാമിന്റെ സാമ്പത്തിക എങ്ങനെ ഇത്ര വലിയ സാമ്പത്തിക സുരക്ഷിതത്വം ആർക്കാ കൊടുക്കുന്നത്? സ്വന്തം മോളെ കട്ടാൽ പോലും ഞാൻ എന്ത് ചെയ്യും? അവളുടെ കൈ മുടിക്കും. എന്താ പറഞ്ഞത്? അപ്പൊ സാമ്പത്തികമായ ഭദ്രത. രണ്ടാമതായിട്ട് പറയുന്നത് പിന്നെ അല്ലാഹു തആല പറയുകയാണ്, ആരെങ്കിലും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അവർ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ അവനെ ക്രൂശിക്കണം, അതും അല്ലെങ്കിൽ നാട് കടക്കണം. ഇസ്ലാമിന്റെ പ്രഖ്യാപനം വളരെ 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 വലുതാണ്. പിന്നെ മൂന്നാമത്തെ സംഗതി, പണം എന്നുള്ളത് പിന്നെ നിങ്ങൾ അമ്പാലക്കും, നിങ്ങളുടെ കൂടെ പൊട്ടന്മാരുടെ കയ്യിൽ ധനം കൊടുക്കാൻ പാടില്ല. എങ്ങനെ പൊട്ടന്മാരുടെ കയ്യിൽ ധനം കൊടുക്കാം? പൊട്ടന്മാരുടെ കയ്യിൽ ധനം കൊടുക്കാറില്ല. ഇപ്പൊ മക്കൾ, ചെറിയ മക്കളുണ്ടാവും, ഭ്രാന്തന്മാരുണ്ടാവും, എത്തിക്കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവരുടെ കയ്യിൽ പോലെ മുതൽ കൊടുക്കാൻ പാടില്ല. ആ മുതൽ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണം. അവർക്ക് വിവേകം, സാമ്പത്തിക വിവേകം അവർക്ക് വന്നു എന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോ വേറൊരു സംഗതി ഇതിൽ കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോ നമുക്ക് പരിചയമാത്ത സംഭവമാണ് ഇസ്ലാമിൽ വഖഫ് എന്ന സംഭവം. വഖഫ് എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തുന്ന സംഭവമില്ല. വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ധനത്തിന്റെ അടിസ്ഥാനം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കാം. ഇപ്പൊ എല്ലാ മുതലും അള്ളാഹ്ക്കുള്ളതാണ്. പക്ഷെ ചില അധികാരങ്ങളൊക്കെ ചില മുതലിൽ അള്ളാഹു തആല ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അധികാരം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കാം. ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. എന്താ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തുള്ള ഉപകാരം? അതിന്റെ ഉപകാരം മുസ്ലിമീങ്ങളുടെ പൊതു ഉപയോഗത്തിന് ഉപയോഗപ്പെടുത്താം. ഈ വഖഫിനെ കുറിച്ച് മാത്രമാണ് സദഖത്തുൻ ജാരിയ എന്ന് പറയാം. കാരണം ഇത് ഖിയാമത്താൽ വരേക്കും ഇതിന്റെ ഉപകാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാ മാത്ത അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ മാലുഹു, അവന്റെ ധനം മുഴുവനും അവൻ അധ്വാനിച്ചു വെച്ച ഒരു സംഗതിയും അവന്റെ ഖബറിലേക്ക് വരികയില്ല. ഇല്ലാ മിൻ സലാസിൻ, 3 കാര്യങ്ങൾ ഒഴികെ. സദഖത്തുൻ ജാരിയ, മുഹദ്ദിസുകൾ ഒന്നടങ്കം പറയുന്നു സദഖത്തുൻ ജാരിയ അത് വഖഫാണ്. നമ്മളെ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഈ പള്ളിന്റെ ഇല്ലാപ്പ വഖഫ് ചെയ്തു, ആ പള്ളി ആ സ്ഥലം ഇന്നാൾ വഖഫ് ചെയ്തു. ഞമ്മക്ക് വഖഫ് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല. കാരണം എന്താണ്? അന്ന് അതിന് ശരിക്കും ഓതി കൊടുത്തിന്. അന്ന് ഈ വിഷയം അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കൊടുത്തിരുന്നു. ആരാ ആദ്യമായിട്ട് ഇസ്ലാമിന് ശരിയായ രീതിയിൽ വഖഫ് ചെയ്തവർ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കെ മറുപടി ഉണ്ടോ? ചോദിക്കട്ടെ. ഐ വിൽ ഗിവ് യു 100 റിയാൽ. കഴിഞ്ഞു. അല്ലല്ല, ആ 100 റിയാൽ പോയി. അതായത് ആദ്യമായിട്ട് ഇസ്ലാമില് പിന്നെ ശരിയായ രീതിയിൽ വഖഫ് ചെയ്ത ആള് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ വർഷം ഉണ്ടാക്കിയ ആളിനെ. എന്താ കാരണം? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൽ കുറച്ച് ഭൂമി കിട്ടി. ഈ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അള്ളാഹുവിന്റെ മകൻ. ഭൂമി കിട്ടി. ഈ ഭൂമി എന്ത് ചെയ്യണം? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? അത് നേരെ വിൽക്കും. വിറ്റിട്ട് അതിന്റെ ക്യാഷ് കൊണ്ടുപോയിട്ട് ബാങ്കിലുണ്ടു. ആ ഭൂമി കിട്ടിയത് വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ബാങ്ക് ക്യാഷ് വിറ്റു പറഞ്ഞിട്ടുണ്ടാവില്ല, ക്യാഷ് ബാങ്കിൽ പോയി പറഞ്ഞിട്ടുണ്ടാവില്ല. ഉമർ അള്ളാഹു നബി നബിയെ ഖൈബറിൽ ഈ എല്ലാവർക്കും കിട്ടിയവർ എനിക്ക് കുറച്ച് ഭൂമി കിട്ടണം, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നബിക്കും അള്ളാന്റെ അവസ്ഥ അറിയാം. എന്താ അവർ ഉദ്ദേശിച്ചതെന്ന്. അള്ളാഹും റസൂലിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണ് ഭൂമി ചെലവാക്കാൻ അവർ ചോദിച്ചു. അള്ളാഹു റസൂൽ പറഞ്ഞേ, കഴിയുന്നുണ്ടെങ്കിൽ പൊന്നാറ ഉമറെ അതിന്റെ അടിസ്ഥാനം കണ്ട് മരവിപ്പിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ തനിക്ക് അധികാരം കണ്ട് വെക്കുക. അത് മുസ്ലിമീങ്ങളുടെ പൊതു ഉപയോഗത്തിന് കൊടുത്തളാം. അതിനെ പരിപാലിക്കുന്ന ആൾക്കും മാത്രമല്ല ഇനി ആൾക്കാർക്ക് കൊടുക്കണം എന്നിങ്ങനെ. അപ്പൊ ഉമർ അള്ളാഹു എന്ത് ചെയ്തു? ഫുഖറാവ് മസാക്കീന് അങ്ങനെ പിന്നെ കുറച്ച് ആൾക്കാരെ പേര് എഴുതിയിട്ട് അവർക്കത് ഉപയോഗിക്കാം. പിന്നെ ഇത് കൈകാര്യകർത്തം ചെയ്യുന്ന ആൾക്കാർ, നോക്കി നടത്തുന്ന ആൾക്കാർക്ക് അതും കൊടുക്കാം. പണ്ഡിതന്മാർ പറയുന്നു
വ്യവസ്ഥാപിതമായ രീതിയിൽ റിട്ടേൺ ആയിട്ട് ഒരു വഖഫ് ആദ്യമായി ചെയ്തത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതിന്റെ രേഖകൾ കാലങ്ങളോളം ഉണ്ടായിരുന്നതാണ്. ഖൈബറിൽ വഖഫ്. അതേപോലെ ഇനിയിപ്പോ അവിടെ പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞു. അത് വലിയൊരു സംഭവമാണ്. പിന്നെ ബനു ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു അരുവി ഉണ്ടായിരുന്നു. വെള്ളം പോകുന്ന ചെറിയൊരു അരുവി. അരുവി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ അരുവി അറിയില്ലേ, പക്ഷെ അന്നത് വലിയ സംഭവമാണ്. വേറെ വെള്ളം കുടിക്കാനുള്ള വകുപ്പില്ല. അതിന്റെ പേര് റൂമായിരുന്നു. റൂമ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ആളുകൾക്ക് ഇങ്ങനെ അതിന് വെള്ളം കുടിക്കാൻ താല്പര്യപ്പെടും, നല്ല വെള്ളമാണ്. ഈ ബനു ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട ഈ വ്യക്തിയാണെങ്കിലോ ഒരു തോൽപാത്രം വെള്ളത്തിന് ഒരു മുദ്ദ് ഭക്ഷണം വാങ്ങുമ്പോൾ പറ്റും. ഒരു മുദ്ദ് ഏകദേശം 650 ലിറ്റർ അല്ലെങ്കിൽ 600 ഗ്രാം എന്തെങ്കിലും കാരൊക്കെ ഇന്ത്യക്ക് തന്നാൽ മാത്രമേ ഈ തോൽപാത്രത്തിൽ ഒരു തോൽപാത്രം വെള്ളം കൊടുക്കുള്ളൂ. അപ്പൊ നബി ഒറ്റ പ്രഖ്യാപനം, കാരണം ആൾക്കാർക്ക് വെള്ളം കിട്ടണമല്ലോ, നബി ഒറ്റ പ്രഖ്യാപനം, ആരെങ്കിലും റൂമ പണി കഴിപ്പിച്ചാൽ ആ റൂമ അരുവി ഒഴുകുന്നിടത്ത് ഒരു കിണർ കുഴിപ്പിച്ച് ജനങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ വെള്ളം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായില്ല, ആ റൂമ ആരെങ്കിലും പണി കഴിപ്പിച്ചാൽ അവന് സ്വർഗമുണ്ട്. ഒറ്റ പ്രഖ്യാപനം. നമ്മളൊക്കെ പ്രശ്നം, നമുക്ക് തന്നെ പ്രഖ്യാപിക്കാൻ അവിടെ ആളില്ല. ഒറ്റ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തോടു കൂടി ആൾക്കാരൊക്കെ മുമ്പരോട് പറഞ്ഞു, ബനു ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട ഈ വ്യക്തിയോട് പറഞ്ഞു, അല്ല നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറെ റൂമ ഇവിടെ പിന്നെ കണ്ടുപിടിച്ചാണ്ട് ഈ വെള്ളം മുഴുവൻ ആളുകൾക്ക് എത്താവുന്ന രീതിയിൽ സംവിധാനിച്ചാൽ ഞാൻ റസൂൽ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, സംഭവമൊക്കെ ശരിയാണ്, എനിക്കത് കൊടുക്കാനൊക്കെ താല്പര്യമുണ്ട്, സ്വർഗം കിട്ടാനും താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ജീവിതമാർഗത്തല്ലാതെ വേറെ ഞാൻ റസൂലിനോട് പറഞ്ഞിരിക്കുകയാണ്. ആ വിവരം ആരറിഞ്ഞു? ആ കൂട്ടത്തിലെ പണക്കാരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവർ ഓടിച്ചാടി അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞ് 35,000 ദീനാർ കൊടുത്തിട്ട് എന്ത് ചെയ്തു? ആ ഭൂമിട്ട് വാങ്ങി, ആ സ്ഥലം വാങ്ങി. 35,000 ദീനാർ കൊടുത്തിട്ട് ഞാൻ തരില്ല, മൂപ്പർക്ക് മൂപ്പർക്ക് 2 തലമുറക്കും ജീവിക്കാതെ പൈസ കൊടുത്ത്. എന്നിട്ട് ആ സാധനം വാങ്ങി. എന്നിട്ട് മൂപ്പര് എല്ലാം നബിന്റെ അടുത്ത് നബിയെ, ആരെങ്കിലും ഇപ്പൊ ആ സ്ഥലം വാങ്ങിയിട്ട് പിന്നെ ഇയാളല്ലാതെ വേറെ ആരെങ്കിലും ആടുന്ന സ്ഥലം വാങ്ങിയിട്ട് അവിടെ കിണർ ഒഴിച്ചിട്ട് അതിന്റെ വെള്ളം ജനങ്ങൾക്ക് കിട്ടുവാറുന്ന രീതിയിൽ അതെങ്കിലും വഖഫ് ചെയ്ത് കഴിഞ്ഞാല് അയാൾക്കും കിട്ടും സ്വർഗം എന്ന് ചോദിച്ചു. ആ ഉറപ്പാ കിട്ടുന്നതാണ്. ഞാനത് വാങ്ങിയത് അവിടെ വെള്ളം ഒഴിച്ചാൻ പോകുന്നതാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വഖഫ് എന്താണ്? സാമ്പത്തിക വഖഫ് അധികം വരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് പൊതു ഉപയോഗം ഉണ്ടാകാം. പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യുമ്പോൾ പള്ളിക്ക് വേറൊന്നും കൊടുക്കൂല, അവനവന്റെ വീട്ടിക്ക് മാസം പൈസ കിട്ടുന്നവർ ആരെങ്കിലും പള്ളിക്ക് പൈസ വെക്കും. അപ്പൊ പള്ളിക്ക് അവിടെ സ്ഥായിയായ ഒരു വരുമാനം ഉണ്ടാകണം. ആ പള്ളിന്റെ പള്ളി അതിന്റെ മെച്ചം എന്താണ്? ജനങ്ങൾക്ക് ആരാധിക്കാൻ ഉള്ള ഒരു വഴിയാണത്. വെള്ളം ജനങ്ങൾക്ക് പിന്നെ കുടിവെള്ളം മുട്ടാൻ പാടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ കുടിവെള്ളം മുട്ടുന്നുണ്ട്, ഉടനെ പ്രഖ്യാപിക്കാം, നമുക്ക് ധൈര്യമായിട്ട് പറയാം കുടിവെള്ളം കിട്ടുന്നില്ല, കണ്ടുവയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ഇവിടെ ആരെങ്കിലും ആ സ്ഥലം കൊടുത്താണ് കണ്ടുവച്ചാൽ സ്വർഗ്ഗം കിട്ടുന്നത് ധൈര്യമായിട്ട് പറയാം. കാരണം അത്തരം ഒരു ഘട്ടത്തിൽ അള്ളാഹു റസൂൽ പ്രഖ്യാപിച്ചത്. അത് ശരി, അള്ളാഹുവിന്റെ റസൂൽ എവിടെയെങ്കിലും സ്ഥലത്ത് സ്വർഗ്ഗം കിട്ടുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല സ്വർഗം. ആ പണി ആര് ചെയ്താലും അവർ ദിന്നൂറേൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സുഖമായിട്ട് അവിടെ സ്വർഗത്തിൽ വാണരുളും. പക്ഷെ ആ മനസ്സും ആ മനക്കരുത്തും വേണം. ഇപ്പൊ 1 ഏക്കർ ഭൂമി എനിക്കുണ്ട്, അതിന് അല്ലെങ്കിൽ പോട്ടെ ഒരു 5 സെന്റ് ഭൂമിന്റെ കയ്യിലുണ്ട്, അതില് ആ ഭാഗത്ത് പള്ളിയൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ പള്ളി ഉണ്ട്, ഉള്ളത് തന്നെ ഒരു സുഖമില്ലാത്ത പള്ളിയാണ് എങ്കിൽ പിന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലം അത് മാത്രമേ ഉള്ളൂ. ഒരു ലേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുത്ത നാട്ടിൽ 3 സെന്റ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പല്ലേ അവർക്ക് അതിന് പകരമായിട്ട് സ്വർഗം കിട്ടുന്നുള്ളത്? നമ്മൾ കൊടുക്കാൻ തയ്യാറാവൂല. അത് എന്തുകൊണ്ടാണ് തയ്യാറാവാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വിഷയത്തിന്റെ ശരിയായ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്താണ്? അല്ലാഹു തആല ആയിക്കോട്ടെ, അതിന് മുമ്പ് ഒരു സംഗതി കൂടി പറയുന്നു. പാപ്പറായ ഒരു സംഭവം കൂടി. പാപ്പർ മനുഷ്യന്മാർ ഒരാൾ കടം വാങ്ങി, ഞാൻ 16 റുപ്യ കടം വാങ്ങി, തിരിച്ചു കൊടുക്കാൻ വയ്യ. കടക്കാരനാണെങ്കിൽ ആവശ്യമാണ്, ഓരോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? കാഴ്ചപ്പാട് ഇവന്റെ എന്തെല്ലാം സ്വത്തുണ്ടോ ആ സ്വത്ത് മുഴുവൻ വിൽക്കുക എന്നുള്ളതാണ്. അത് വിറ്റിട്ട് അതിന്റെ കടം ആർക്ക് കൊടുക്കണം? കടക്കാർക്ക് കൊടുക്കണം. അവൻ സ്വന്തം വീടുണ്ടെങ്കിൽ ആ വീട് വിൽക്കണം. എന്നിട്ട് വാടകയ്ക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് പിന്നെ താമസിക്കാനുള്ള ഒരു വിഹിതം എടുത്ത് കഴിച്ച് വെച്ചിട്ട് ബാക്കി കൊടുക്കണം. എന്താ തെളിവ്? മഹാനായ കേട്ടിട്ടുണ്ടാവുകൾ സ്ഥാനത്ത് കേൾക്കൽ വളരെ അത്യാവശ്യമാണ്. നബിന്റെ കാലത്തൊക്കെ സംഭവം നടന്നു. അത് ചില്ലറ സഹാബി എന്നല്ല. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് മബൂസായിട്ട് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി അയച്ച മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പൈസ കടം വാങ്ങി പല ആൾക്കാരും തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. സൗദിക്കൊന്നും പോകുന്നില്ല, ഇനി തിരിച്ചടക്കാൻ പറ്റില്ല. അവസാനം എന്ത് ചെയ്തു? നബി പറഞ്ഞു മുപ്പരത്തുള്ള മുതൽ വിൽക്കാൻ. മുതൽ വിറ്റു, ഒരുവിധ ആൾക്കാർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് തേഞ്ഞില്ല.
അപ്പൊ റസൂല് പറഞ്ഞു, തൽക്കാലം അപ്പൊ മൂപ്പരത് എത്രേ ഉള്ളൂ. മുആദ് പറഞ്ഞു, മുആദ് വിട്ടോളി വണ്ടി, യമനിലേക്ക് പോയിക്കോളി. അവിടെ പോയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതൊക്കെ നിവൃത്തിയാകാനുള്ള വഴി അടച്ചു നിങ്ങൾക്ക് തുറന്നു തരും എന്ന് പറഞ്ഞ് മൂപ്പര് നാട്ടിലേക്ക് വിട്ടു. ആൾക്കാരോട് പറഞ്ഞതാ, നിങ്ങൾ കടം കൊടുത്തുള്ളത് ശരിയാണ്, ആ സാധു കടം വാങ്ങിയത് ശരിയാണ്, മൂപ്പർക്ക് അത് കടം വീട്ടാൻ പറ്റിയിട്ടില്ല, ഇത്ര മൂപ്പരെ കയ്യുള്ളൂ, നിങ്ങൾ പൊരുത്തപ്പെടണം, ഉണ്ടാവുമ്പോൾ തരൂ, അപ്പം നിങ്ങൾ വാഹനം നിങ്ങൾ അടങ്ങാറാക്കാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇപ്പോൾ താകുന്നു. കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, വല്ലതുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ, വിട്ടിട്ട് കൊടുക്കാം, ബാക്കി ഉണ്ടെങ്കിൽ അവൻ അടങ്ങാറാക്കാൻ പാടില്ല, അടങ്ങാറാക്കിയാൽ പിന്നെ ഇപ്പം കൊടുക്കും, അടങ്ങാറാക്കാൻ പാടില്ല. ഹദീസ് പറയുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരേക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടം പൂർത്തിയാക്കാനുള്ള പണവുമായിട്ട് മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ പറ്റിയിരുന്നില്ല. ആ മുആദ് സ്വർഗത്തിലാണ് കേട്ടോ, മനസ്സിലാക്കണം. മനുഷ്യന്മാർക്ക് എല്ലാ അവസ്ഥയും വരും. ഞാൻ പറയാനുള്ള കാരണം മനുഷ്യന്മാർക്ക് എല്ലാ അവസ്ഥയും വരും. ഇങ്ങനെയൊക്കെ അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പെരുമാറുവാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. കാരണം എന്താണ്, ഇസ്ലാമിന് ഈ വിഷയത്തിലൊക്കെയുള്ള കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഈ സമയത്തിന് ദൗർലഭ്യം കാരണം ഓരോ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടെ അവസാനിപ്പിക്കാൻ തോന്നുകയാണ്. ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാല്, ഈ ലോക ജീവിതം വളരെ നശ്വരമാണ്. ഇവിടെ നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല അള്ളാഹുവിന്റെ പ്രതിനിധികളാക്കിയിട്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹിന്റെ പ്രതിനിധിയാണ്. എല്ലാ കാര്യങ്ങളിലും മനുഷ്യനുള്ള അള്ളാഹിന്റെ പ്രതിനിധിയാണ്. അതിൽ സാമ്പത്തിക കാര്യങ്ങളിലും അള്ളാഹിന്റെ പ്രതിനിധിയാണ്. ഈ പ്രാതിനിധ്യം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ, മുത്തഖി എന്ന് പറഞ്ഞാൽ അതിനാണ് തഖ്വ. മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വ. ഇപ്പൊ ഞാൻ വേറെ സംഭവം കൂടി പറയാം. ഈ സാമ്പത്തിക അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ലോകത്ത് നേരിട്ടപ്പോ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്ത് വന്ന രണ്ട് സിദ്ധാന്തങ്ങളോ, ഒന്ന് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും. ക്യാപിറ്റലിസം എന്നുണ്ടെങ്കിൽ മുതലാളിത്തം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, യഥേഷ്ടം സമ്പാദിച്ചു കൂട്ടാം. അതിന് എന്ത് വഴി വേണമെങ്കിൽ സ്വീകരിച്ചിട്ട് ഇഷ്ടം പോലെ സമ്പാദിക്കാം. അങ്ങനെയാണ് വ്യാവസായിക വിപ്ലവത്തിലൂടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ സമ്പാദിച്ചു കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്, സമ്പാദിക്കുന്നതിന് പണം മാത്രം ചിന്ത. അവൻ ബാക്കിയുള്ളവർ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ചൂഷണം ചെയ്ത് അവസാനം നിറയിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി. വളരെ കുറഞ്ഞ ആളുകളിലേക്ക് പണം ഒതുങ്ങിക്കൂടി. ഈ സമയത്ത് ഇങ്ങനെ വിട്ടാൻ പറ്റൂല, സ്വകാര്യ ഉടമസ്ഥാവകാശം പാടില്ല, അതൊക്കെ ഗവൺമെന്റിന് ആക്കിയിട്ട് എല്ലാവർക്കും തുല്യത വേണമെന്നുള്ളവർക്കാണ് കമ്മ്യൂണിസം വന്നത്. അവരെന്താക്കി, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഉടമസ്ഥാവകാശം ഒഴിവാക്കി, എല്ലാവരും പട്ടയെടുത്തും റദ്ദാക്കി. എന്നിട്ട് കന്നുകാലികളെ പോലെ എല്ലാവരും കൂടെ ഇങ്ങനെ അധ്വാനിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ അധ്വാനിക്കുന്ന ഒരു കണക്കില്ല. അങ്ങനെ ആ രണ്ട് സംവിധാനം എന്ത് ചെയ്തു, അവസാനിച്ചു. ഇസ്ലാം അതിന്റെ മധ്യത്തിലാണ്. സ്വകാര്യ ഉടമസ്ഥാവകാശം അല്ലാഹു തആല അംഗീകരിക്കുന്നുണ്ട്. അധ്വാനിക്കാനും സ്വന്തമായിട്ട് ഭൂമിയും സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ അല്ലാഹു അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ചൂഷണം പാടില്ല, മറ്റുള്ള ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം അനുഭവിക്കുന്നവനാ മുതൽ നിന്ന് കൊടുത്തോളണം. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പടച്ചോൻ പറഞ്ഞ മാതിരി ഇസ്ലാമിന്റെ ആ കാഴ്ചപ്പാട് ജീവിച്ചാൽ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, സാമ്പത്തികമാണെങ്കിലും മാനസികമാണെങ്കിലും ആരാധന കർമ്മങ്ങളാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും, ഇന്നൽ മുത്തഖീന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ഫീ ജന്നാത്തിൻ വഉയൂൻ, ഒരിക്കലും നശിക്കാത്ത സ്വർഗ പൂങ്കാവനങ്ങളിലാണ്. ഫീ ജന്നാത്തിൻ വഉയൂൻ, ഒരിക്കലും നശിക്കാത്ത സ്വർഗ പൂങ്കാവനങ്ങളിൽ അവർക്ക് വിഹരിക്കാം. വഉയൂൻ, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ചൊടിയിൽപ്പെടാത്ത, ഒരിക്കലും മുങ്ങിപ്പോകാത്ത, അവർക്ക് യഥേഷ്ടം കളിക്കാവുന്ന, യഥേഷ്ടം അവർക്ക് ഉല്ലസിക്കാവുന്ന നദികളിലുമാണവർ. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്ക് അല്ലാഹു തആല കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളെയും അവർ അനുഭവിച്ചുകൊണ്ട്, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. കാരണം എന്താണ്, ഇന്നഹും കാനൂ, തീർച്ചയായും അവരായിരുന്നു, ഖബ്ല ദാലിക, ഇതിന് മുമ്പ് അഥവാ ഭൂമി ലോകത്തെ ജീവിതത്തിൽ, കാനൂ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആൾക്കാരായിരുന്നു, മുഹ്സിനീങ്ങളായിരുന്നു. സ്വന്തത്തോട് നന്മ ചെയ്യും, മാതാപിതാക്കളോട് നന്മ ചെയ്യും, സമൂഹത്തോട് നന്മ ചെയ്യും. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി സമയങ്ങളിൽ അധികമായിട്ട് ഉറങ്ങാറുണ്ടായിരുന്നില്ല. നമ്മള് രാത്രി സമയങ്ങളിൽ അധികമായിട്ട് ഉറങ്ങാറേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, ഇത് കിട്ടുന്ന ആൾക്കാരെ പറഞ്ഞത് ആകെ പത്രം കിട്ടുന്നത് ഒന്ന് മുസ്ലിങ്ങളായിരുന്നു, എല്ലാവർക്കും ഉപകാരം ചെയ്യും. അതുകൊണ്ട് ഒരു ഉപകാരത്തിനൊരു വഴി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തടയരുത്. രണ്ടാമത്തത്
കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി ഉറങ്ങരുത്, കഴിയുന്നുണ്ടെങ്കിൽ ഉറങ്ങരുത് പറഞ്ഞാൽ ഉറങ്ങണം എപ്പോ? നമുക്കൊന്നും കഴിയില്ല, നമ്മളൊക്കെ വരുമ്പോഴേക്ക് വാങ്ങുകയോ വിശ്വസ്കരിച്ച് ഉറങ്ങാൻ ആൾക്കാർക്ക് വേഗം ഉറങ്ങാം. എന്നിട്ട് രാത്രി പകുതിയായി കഴിഞ്ഞാൽ വേഗം എഴുന്നേൽക്കാൻ ശീലമാക്കി മാറ്റുക. കാരണം ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിന്റെ മെച്ചം വലുതാണ്. അള്ളാഹു താല നല്ലത് ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും ഉള്ളൊരു അവസരം അള്ളാഹു നൽകും. പടച്ചോനെ ഓർക്കുവാൻ, സ്വന്തം കുഴപ്പങ്ങളെ പറ്റി ചിന്തിക്കുവാൻ, അടുത്ത ദിവസം ശരിയായ രീതിയിൽ തുടങ്ങുവാൻ ഇതിലൊക്കെ അള്ളാഹു നമ്മെ സഹായിക്കും. പിന്നെ മാത്രമല്ല സഹറിന്റെ സമയത്ത്, പുലർച്ചെ സമയത്ത് ലോകത്തെ എല്ലാ ജീവികളും എഴുന്നേൽക്കും. പുലർച്ചെ സമയത്ത് അത് സുബഹി ബാങ്കിന്റെ മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് ലോകത്തെ എല്ലാ ജീവികളും, അള്ളാഹു റൂഹ് ഓതിയ എല്ലാ ജീവികളും ആ സമയത്ത് എഴുന്നേൽക്കും. എന്നിട്ട് അവരുടേതായ ഭാഷയിൽ പുതിയ പ്രഭാതം സമ്മാനിച്ചതിന് പകരമായിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തൊടും. യസ്തഗ്ഫിറൂൻ, പൊറുക്കൽ പുറത്തുണ്ടവർ അങ്ങനെയല്ല, പൊറുക്കലിനെ തേടുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരാകും. താൻ ചെയ്തിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി ചെയ്യാൻ കഴിയാത്തത് കാണുമ്പോൾ പടച്ചോനെ പൊറുക്കണേ എന്ന് ഉൾവിളി അവർക്കുണ്ടാകും. ആ വിളി കേൾക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴികൾ കൂവുന്നത് അങ്ങനെയാണ്. അവർക്ക് ഉൾവിളി ഉണ്ടാകും. അങ്ങനെ അവർ ആ സഹറിന്റെ സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാവരും മൂടിപ്പിച്ചുറങ്ങുന്ന സമയത്ത് അവരുടെ പുതപ്പുകളുടെ ഉള്ളിൽ നിന്ന്, അവരുടെ കിടപ്പറയിൽ നിന്ന് അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അതിൽ വേർപെട്ടിട്ട് അവർ നേരെ ഒതുവെടുത്ത് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോകും. പിന്നെ അവസാനമായിട്ട് പടച്ചോൻ പറയുന്നു, അവർക്ക് അല്ലാഹു തആല കൊടുത്ത ധനത്തിൽ നിന്ന് അവര് കൊടുത്തുകൊണ്ടേയിരിക്കും. ആരുടെ അവകാശങ്ങൾ? ലിസ്സായില്, ചോദിച്ചു വരുന്നവന്റെ അവകാശം. അണ്ണാച്ചാന്നല്ലോ, ചോദിച്ചു വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഈ നോമ്പിനൊക്കെ വരുന്ന അണ്ണാച്ചക്ക് കൊടുക്കാനേ പാടില്ല. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അവര് ഏജന്റുമാര് കൊണ്ടുപോയി കക്കാട് മറ്റൊക്കെ വന്ന് ഇറക്കിയിട്ടുള്ള ആളുകളാണ്. അവര് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും, കൊടുക്കാനേ പാടില്ല. പക്ഷേ കൊടുക്കേണ്ട ആൾക്കാർ ചോദിക്കാൻ അർഹതയുള്ള ആൾക്കാർ നിവൃത്തില്ലാതെ ചോദിക്കും. ആ സമയത്ത് അവരുടെ മുതലിൽ നിന്ന് അവർ കൊടുത്തുകൊണ്ടേയിരിക്കും. വൽ മഹ്റൂം, അതുപോലെ തന്നെ ജീവിതത്തിലെ സുഖങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട ആൾക്കാരുണ്ട്, അവർ ചോദിക്കൂല. അവർക്ക് പുറത്ത് പെരുന്നാളും അകത്ത് നോമ്പുമായിരിക്കും. അങ്ങനത്തെ ആളുകൾക്കും അവരുടെ ഹക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, അല്ലാഹു തആല അത്തരം സമൂഹത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.